ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേദേയദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസിമി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ. പരമർഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ തുടരുകയാണ്. ദശമസ്കന്ധത്തിലെ 55-ാം അധ്യായമാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പ്രദ്യുമ്നോൽപത്തി എന്നതാണ് അതിലെ വിഷയം. രുക്മിണി സ്വയംവരം കഴിഞ്ഞ ശേഷം ഭഗവാനും രുക്മിണി ദേവിക്കും കാമദേവൻ തന്നെ പ്രദ്യുമ്നായി ജനിക്കുന്ന കഥയാണ് ആ പ്രദ്യുമ്നൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന അധ്യായം. പ്രദ്യുമ്ന ഉൽപ്പത്തിയും പ്രദ്യുമ്ന ചരിതവും. ചരിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇല്ലതാനും ആദ്യകാലത്തെ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ചരിതം മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇനി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ കൂടെ ചേർന്നുകൊണ്ടുള്ള പല പരാക്രമങ്ങളും മാഹാത്മ്യങ്ങളും ഒക്കെ പിന്നീട് കാണും. ഇപ്പോൾ നമുക്ക് വായിക്കാം. വായിച്ചിട്ട് വിസ്തരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പഞ്ചപഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. കാമസ്തു വാസുദേവാംശോ ദഗ്ധഃ പ്രാഗ്രുദ്രമന്യുനാ ദേഹോപപത്തയേ ഭൂയഃ തമേവ പ്രത്യപദ്യത. സ ഏവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യസമുദ്ഭവഃ പ്രദ്യുമ്ന ഇതി വിഖ്യാതഃ സർവതോ അനവമഃ പിതുഃ. തം ശംബരകാമരൂപീ ഹൃത്വാ തോകമനിർദശം സ വിദിത്വാത്മനഃ ശത്രും പ്രാസ്യോദന്വത്യഗാഗൃഹം. തം നിർജഗാര ബലവാൻ മീനഃ സോപ്യപരൈഃ സഹ വൃതോ ജാലേന മഹതാ ഗൃഹീതോ മത്സ്യജീവിഭിഃ. തം ശംബരായ കൈവർത്താ ഉപാജഹ്രുരുപായനം സൂതാ മഹാനസം നീത്വാ വദ്യൻ സ്വദിദിനാദ്ഭുതം. ദൃഷ്ട്വാ തദുദരേ ബാലം മായാവത്यै ന്യവേദയൻ നാരദോ കഥയത് സർവം തസ്യാഃ ശങ്കിതചേതസഃ. ബാലസ്യ തത്വമുത്പത്തിം മത്സ്യോദരനിവേശനം സാ ച കാമസ്യ വൈ പത്നി രതിർനാമ യശസ്വിനി. പത്യുർനിർദഗ്ധദേഹസ്യ ദേഹോൽപത്തിം പ്രതീക്ഷതി നിരൂപിതാ ശംബരേണ സാ സൂപൗദനസാധനെ. കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം തദാർഭകേ
नातिदीर्घेण कालेन स कार्ष्णीरूढयौवनः जनयामास नारीणां वीक्षन्तीनां च विभ्रमम् सा तं पतिं पद्मदलाय देक्षणं प्रलम्बबाहुं नरलोकसुन्दरं सव्रीडहासोत्तपितभ्रुवेक्षति प्रीत्योपदस्थेरतिरङ्गसौरदैः तामाह भगवान् कार्ष्णिः मातस्ते मतिरन्यथा मातृभावमतिक्रम्य वर्तसे कामिनी यथा रतिरुवाच भवान् नारायणसुतः शम्बरेणाहृतो गृहात् अहं ते अधिकृता पत्नी रतिः कामो भवान् प्रभो एष त्वा निर्दशं सिन्धौ अक्षिपत् शम्बरोऽसुरः मत्स्योग्रसीत्तदुदराद् इह प्राप्तो भवान् प्रभो तमिमं जहि दुर्दर्शं दुर्जयं शत्रुमात्मनः मायाशतविदं त्वं च मायाभिर्मोहनादिभिः परिशोचति ते माता कुररीव गतप्रजा पुत्रस्नेहाकुलादीना विवल्सा गौरिवातुरा प्रभाष्यैवं ददौ विद्यां प्रद्युम्नाय महात्मनि मायावती महामायां सर्वमायाविनाशिनी स च शम्बरमभ्येत्य संयुगाय समाह्वयत् अविषह्यैस्तमाक्षेपैः क्षिपन् सञ्चनयन् कलिम् सोऽधिक्षिप्तो दुर्वचोभिः पादाहतैवोरगः निश्चक्रामगदापाणिः अमर्षात् ताम्रलोचनः गदामाविद्यतरसा प्रद्युम्नाय महात्मनि प्रक्षिप्य वनदन्नादं वज्रनिष्पेषनिष्ठुरम् तामापतन्दीं भगवान् प्रद्युम्नो गदया गदाम् अपास्य शत्रवे क्रुद्धः प्राहिणोत्स्वगतां नृप स च मायां समाश्रित्य दैतेयीं मयदर्शितां मुमुचे अस्त्रमयं वर्षं कार्ष्णौ वैहायसोऽसुरः बाध्यमानोऽस्त्रवर्षेण रौक्मिणेयो महारथः सत्त्वात्मिकां महाविद्यां सर्वमायोपमर्दिनीम् ततो गौह्यकगान्धर्वपैशाचोरकराक्षसीः प्रायुङ्क्त सदसो दैत्यः कार्ष्णिर्व्यदमयत्सताः निशातम् असिमुद्यम्य सकिरीडं सकुण्डलं शम्बरस्य शिरकायात् ताम्रश्मश्रोजसाहरद आकीर्यमाणो द्विविजैः स्तुवद्भिः कुसुमोत्करैः भार्ययाम्बरचारिण्या पुरं नीतो विहाय सा अन्धःपुरवरं राजन् ललना शतसङ्कुलम् विवेशपत्न्या गगनाद् विद्युतेव वलाहकः तं दृष्ट्वा जलदश्यामं पीतकौशेयवाससं प्रलम्बबाहुं ताम्राक्षं सुस्मितं रुचिराननं स्वलङ्कृतमुखाम्बोजं नीलवक्रालगाळिभिः कृष्णं मत्वा स्त्रियो ह्रीदा निलिल्युः तत्र तत्रः अवधार्य शनैरीषद्वैलक्षण्येन योषितः उपजग्मुः प्रमुदिताः सस्त्रीरत्नं सुविस्मिताः अद तत्रासितापाङ्गी वैदर्भी वल्गुभाषिणी अस्मरत् स्वसुतं नष्टं स्नेहस्तुतपयोधरा कोऽन्वयं नरवैडूर्यः कस्य वा कमलेक्षणः द्रुतकया वा जडरेकेयं लब्धा त्वनेन वा मम चाप्यात्मजो नष्टो नीतो यः सूतिका गृहात् एतत्तुल्यवयो रूपो यदि जीवति कुत्रचित् कथं त्वनेन सम्प्राप्तं सारूप्यं शार्ङ्गधन्वनः आकृत्यावयवैर्गत्या स्वरहासावलोकनैः स एव वा भवेन्नूनं यो मे गर्भे धृतोर्भगः अमुष्मिन् प्रीतिरधिका वामस्फुरति मे भुजः एवं इमां समानायां वैदर्भ्यां देवकीसुतः देवक्यानगदुन्दुभ्याम् उत्तमश्लोक आगमत विज्ञातार्थोऽपि भगवान् तूष्णीमास जनार्दनः नारदो गदयत्सर्वं शम्बराहरणादिकम् तच्छ्रुत्वा महदाश्चर्यं कृष्णान्तः पुरयोषितः
അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതമിവാഗതം ദേവകീ വസുദേവശ്ച കൃഷ്ണരാമൗ തഥാ സ്ത്രിയഃ ദമ്പതീ തൗ പരിഷ്വജ്യ രുക്മിണീ ച യയുർമുദം നഷ്ടം പ്രദ്യുമ്നമായാതമാകർണ്യദ്വാരകൗകസഃ അഹോ മൃതൈവായാതോ ബാലോ ദിഷ്ട്യേതിഹാബ്രുവൻ യം വൈ മുഹുഃ പിതൃസരൂപനിജേ സ്വഭാവാഃ തന്മാതരോ യദപജൻരഹരൂഢഭാവാഃ ചിത്രം ന തത്ഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരേക്ഷി വിഷയേ കിമുതാന്യനാര്യഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പ്രദ്യുമ്നോൽപത്തി നിരൂപണം നാമ പഞ്ചപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ പുത്രൻ്റെ കഥയാണ്, രുക്മിണീ ദേവിയിൽ നിന്നുണ്ടായ പ്രദ്യുമ്നൻ്റെ കഥയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ തുടങ്ങി വെച്ചു. 9ഓളം ശ്ലോകങ്ങൾ കണ്ടു. തുടർന്ന് കാണണം. അപ്പോൾ ഭഗവാന്റെ അംശം തന്നെയാണ് കാമദേവൻ എന്ന് പറഞ്ഞു. ഭഗവാന്റെ ഒരു വിഭൂതി തന്നെയാണ് കാമദേവൻ. ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ ഓർക്കുക. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. 7-ാം അധ്യായത്തിലാണ് ഭഗവത്ഗീത. 7-ാം അധ്യായത്തിലാണ് ധർമ്മ അവിരുദ്ധമായ ഭൂതങ്ങളിലെ കാമം ഞാനാകുന്നു എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം നിലനിർത്തലാണ് വിഷ്ണുവിൻ്റെ വാസുദേവൻ്റെ ധർമ്മം അല്ലേ. ഭഗവാൻ സ്ഥിതികർത്താവാണ്. സൃഷ്ടി ബ്രഹ്മദേവൻ ചെയ്യുമ്പോൾ സ്ഥിതിയാണ് വാസുദേവൻ വിഷ്ണു ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും കാമം വേണം. സകല ജീവരാശികളുടെ ഉള്ളിലും കാമമുണ്ട്. അവരിലൊക്കെ കാമമുള്ളത് കൊണ്ടാണ് ആ വംശങ്ങൾ നിലനിൽക്കുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാനും സുരക്ഷിതത്വത്തിനും വംശ അഭിവൃദ്ധിക്കും എല്ലാ ജന്തുക്കൾക്കും സൃഷ്ടിയിൽ തന്നെ കാമം ഉണ്ട്. ഒരു എന്താ പറയുക, ജനറ്റിക്കൽ ക്വാളിറ്റിയാണ്. ഈശ്വര സൃഷ്ടിയിലെ സകല വസ്തുക്കൾക്കും അതിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ആ ഒരു ത്വര. അത് ഏത് സസ്യജാലങ്ങൾ എടുത്താലും മറ്റ് ജീവജാലങ്ങൾ, ഏകകോശ ജീവി മുതൽ, ഏകകോശ ജീവിക്ക് മാത്രം മെയ്റ്റിംഗ് ഇല്ല. ബാക്കി എല്ലാ ജീവജാലങ്ങളും ഇണ ചേർന്നിട്ടാണ് അതിൻ്റെ സന്തതികളെ ജനിപ്പിക്കുന്നത്. ഏകകോശ ജീവിക്ക് അതിന് ഇണയില്ല. അത് സ്വയം തന്നെത്താൻ ഈശ്വരൻ എങ്ങനെയാണോ വിഘടിക്കുന്നത്, പലതായി തീരുന്നത്, താൻ തന്നെ പലതായി തീർന്നു എന്ന് നമ്മൾ ഭാഗവതത്തിലും മറ്റുമൊക്കെ കണ്ടില്ലേ, ഉപനിഷത്തുകളിലൊക്കെ പറയുന്നില്ലേ. സോകാമജത ബഹുസ്യാം പ്രജാജേയ, ഞാൻ പലതായി തീരട്ടെ എന്ന് സങ്കൽപ്പിച്ചു. അങ്ങനെ സതപോതപ്യത,
സ തപസ്തപ്ത്വാ ഇദകം സർവമസൃജത. അദ്ദേഹം ആ ബ്രഹ്മം തപസ് ചെയ്തു. തപസ് എന്ന് പറഞ്ഞാൽ അവിടെ ആലോചന ചെയ്തു എന്നാണ്. എങ്ങനെ സൃഷ്ടിക്കണം എന്ന് ചിന്തിച്ചിട്ട് തപസ്തപ്ത്വാ ഇദകം സർവം അസൃജത, ഈ കാണുന്നതിനെ എല്ലാറ്റിനെയും ഇന്റലിജന്റ്ലി പുട്ട് ടുഗെദർ, എല്ലാം വേണ്ടിടത്ത് യാഥാതഥ്യേന, യാഥാതഥ്യം എന്ന് പറഞ്ഞാൽ യഥാ തഥാഭാവം, എങ്ങനെ ഇരിക്കണോ അത് അങ്ങനെ തന്നെ. യാഥാതഥ്യേന വ്യതതാത് ശാശ്വതീഭ്യ സമാഭ്യ എന്ന് ഉപനിഷത്തിൽ പറയും. കഠോപനിഷത്തിലെ മന്ത്രമാണ് തോന്നുന്നത്. യാഥാതഥ്യേന വ്യതതാത്, യഥാതഥമായി വിധാനം ചെയ്തു, എല്ലാം വേണ്ടതുപോലെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ശാശ്വതീഭ്യ സമാഭ്യ, അനേക കാലങ്ങളോളം നിലനിൽക്കാനുള്ള വ്യവസ്ഥ ചെയ്തു എന്നാണ്. അപ്പം അതിൽ ഈ എല്ലാ ജീവജാലങ്ങളിലും അതിൻ്റെ വംശാഭിവൃദ്ധിക്കായിക്കൊണ്ട് പ്രത്യുൽപാദനത്തിനായിക്കൊണ്ട് ഉള്ള കാമം വെച്ചിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ അമീബയ്ക്ക് മാത്രം ഇല്ല. അമീബ പാവം സിംഗിളാണ്. സിംഗിളായിട്ട് സ്വയം വിഭജിച്ച് സന്തതികളെ അത് എക്സ്റ്റെൻഡ് ചെയ്യണം, സ്വയം സന്തതികളായി തീരുകയാണ്. ബാക്കി എല്ലാറ്റിനും ഇണയുണ്ട് എന്ന് പറയുക. അപ്പോൾ ആ ഇണയോട് ചേരാനും വംശം നിലനിർത്താനും ഉള്ളതായിട്ടുള്ള കാമം, അത് ധാർമ്മിക കാമമാണ്, വിഷ്ണുവിൻ്റെ ഇച്ഛയാണ്. അതുകൊണ്ട് അതൊരു തെറ്റായിട്ടേ നമ്മൾ കാണാൻ പാടില്ല. ഒരാൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമുണ്ട്, സന്തതികളെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, വെരി ഗുഡ് എന്ന് പറയണം, പ്രോത്സാഹിപ്പിക്കണം. അതിന് താല്പര്യമുള്ളവരെയൊക്കെ നമ്മൾ അതിന് പ്രോത്സാഹിപ്പിച്ച് അതിനുള്ള വ്യവസ്ഥകൾ നല്ല രീതിയിൽ അവർ എന്താ പറയുക മാച്ച് ചെയ്യുന്ന ദമ്പതികളെ വേണം മാച്ച് ചെയ്ത് കൊടുക്കാനെന്ന് മാത്രം. പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള ആളുകളെ തമ്മിൽ ചേർത്താൽ അത് ബുദ്ധിമുട്ടായി തീരും, അവർ തമ്മിൽ അധിക കാലം തുടർന്ന് പോവുകയില്ല. അപ്പം അതിനാണ് നമ്മൾ എന്തൊക്കെ മാച്ച് നോക്കണം എന്നുള്ളതാണ്. ജാതക മാച്ച് അല്ല നോക്കേണ്ടത്, മറ്റ് പൊരുത്തങ്ങളാണ് നോക്കേണ്ടത്. നമ്മുടെ രുക്മിണി ദേവി പറഞ്ഞ പോലെ അല്ലേ, രുക്മിണി തൻ്റെ ആ സന്ദേശത്തിൽ പറഞ്ഞില്ലേ എന്തൊക്കെയാ ഒരു യോഗ്യതകൾ വേണ്ടത് എന്നുള്ളത്. കുലശീലരൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലാണ് മാച്ച് നോക്കേണ്ടത്. കുലശീല രൂപ വിദ്യ വയോ ദ്രവിണ ധാമഭിഹി ആത്മതുല്യം. ആ തുല്യത ഉണ്ടെങ്കിലേ പരസ്പരം കുറ്റപ്പെടുത്താതെയും പരിഹസിക്കാതെയും ഉപദ്രവിക്കാതെയും കോംപ്ലക്സ് ഉണ്ടാവാതെയും നിലനിന്ന് പോകുള്ളൂ. മറ്റത് ഇതിൽ കുറവുള്ളവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കൂടുതലുള്ളവർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടാകും. അപ്പോൾ കോംപ്ലക്സ് ഇല്ലാതിരുന്നാലേ റിലേഷൻഷിപ്പ് നന്നായിരിക്കുള്ളൂ. ഈഗോ ഇല്ലാതെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. തുല്യരാണെന്നുള്ള ആ ഒരു ഭാവം തോന്നണം. ഒരാളെ വല്ലാതെ പീഡിപ്പിക്കുക, ഭരിക്കുക, ഇതല്ല ധർമ്മം. പരസ്പരം പൂരകങ്ങളാവുക എന്നുള്ളതാണ്. കോംപ്ലിമെൻ്റ് ചെയ്യാണ് വേണ്ടത്. ഏത് കാര്യം ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേയാൾ വേറെ വേണ്ട ഒരു കാര്യം ചെയ്യണം. ഒരു കുടുംബത്തിൽ പരസ്പരം അങ്ങനെ കുടുംബത്തെ ബിൽഡപ്പ് ചെയ്യണം, പോഷിപ്പിക്കണം. ഇതാണ് നമ്മുടെ എന്താ പറയുക ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. പൂർവീകരായിട്ടുള്ള ഋഷീശ്വരന്മാർ പ്രജാപതിമാരെല്ലാം കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ സമന്മാരാണ്, നമ്മൾ തുല്യരാണ്, നമുക്ക് ഉത്തരവാദിത്വം ഒരുപോലെയാണ് എന്ന് രണ്ടുപേർക്കും ഫീൽ ഉണ്ടാവണം. ഒരാളുടെ അഭാവത്തിൽ മറ്റൊരാൾ ആ കർമ്മം നിർവഹിക്കണം. ഒരാൾക്ക് സുഖമില്ലാതായാൽ അയാൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളെ പാർട്ട്ണർ ഏറ്റെടുത്ത് ചെയ്യണം. സ്വാഭാവികമായിട്ട് ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന് ഉള്ള ഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ നല്ല ദമ്പതികളായി ചേർച്ചയുണ്ടെങ്കിൽ ഈ സമൂഹം എത്ര ആരോഗ്യമുള്ള സമൂഹമായിരിക്കും, എത്ര നല്ല മക്കളായിരിക്കും അവർക്ക് ഉണ്ടാവുക.
ഇപ്പം മക്കൾ നന്നാവണമെങ്കിൽ അച്ഛനമ്മമാർ നന്നാവണം, അവർ തമ്മിലുള്ള ചേർച്ച നന്നാവണം, പൊരുത്തം നന്നാവണം. അവർ തമ്മിൽ എന്നും എന്താ പറയുക, കടിയും പിടിയും ആട്ടും തുപ്പുവാണെങ്കിൽ അത് കണ്ട് വളരുന്ന കുട്ടികൾ റിബലുകളായി മാറും. അതാണ് ഇന്നത്തെ സമൂഹം കാണുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നത്, എല്ലാ ജീവജാലങ്ങളിലും ഈ കാമം സൃഷ്ടിയിൽ തന്നെ നിക്ഷിപ്തമാണ്. അത് ഈശ്വര നിശ്ചയമാണ്. അതിലൊരു തെറ്റും ഇല്ല. അതിനെ നമ്മൾ ഒരിക്കലും തെറ്റായി കാണരുത്. നമ്മുടെ ഋഷീശ്വരന്മാർ കാമശാസ്ത്രം നിർമ്മിച്ചവരാണ്. വാത്സ്യായനൻ എന്ന മഹർഷിയാണ്, അദ്ദേഹം ബ്രഹ്മചാരിയാണ്. അദ്ദേഹമാണ് കാമശാസ്ത്രം നിർമ്മിച്ചത്. ദമ്പതികൾ എങ്ങനെയായിരിക്കണം, ഏതെല്ലാം തരത്തിൽ അവർക്ക് സ്നേഹബന്ധം എന്താ പറയുക ഊട്ടി ഉറപ്പിക്കാം, അവരുടെ ദാമ്പത്യത്തിൽ എങ്ങനെ ജീവിതം ആനന്ദമാക്കി മാറ്റാം, ആസ്വദിക്കാം, അതിനൊക്കെയുള്ള വിദ്യകളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ദോഷമായിട്ട് മോശമായിട്ട് ഒന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭഗവാന്റെ അംശമാണ് കാമം. ഈ കാമം എവിടെ ഉണ്ടാവുക? നമ്മുടെ ബുദ്ധിയിലാണ്. സങ്കല്പ രൂപത്തിലാണ് കാമം ഉണ്ടാവുക. സങ്കല്പ പ്രഭവാൻ കാമാൻ എന്ന് പറയും. അപ്പോൾ ആദ്യം അത് ബുദ്ധിയിലാണ് കാമം, ഡിസയർ ഉണ്ടാവുക. പിന്നെ അത് മനസ്സിനെ മഥിക്കും. ബുദ്ധിയിലുണ്ടായ കാമം മനസ്സിനെ മഥിച്ച് വിക്ഷുബ്ധമാക്കി ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നത് വരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ബുദ്ധിയാണ് അവിടെ സാരഥി, മനസ്സാണ് അവിടെ കടിഞ്ഞ. ആ മനസ്സിനെ വേണ്ട പോലെ നിയന്ത്രിച്ച് ധാർമ്മികമായ കാമങ്ങളിലേക്ക് മനസ്സിനെ അനുവദിക്കണം. ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ധാർമ്മിക കാര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഇതാണ് കാമത്തെക്കുറിച്ച്. ഭഗവാന്റെ തന്നെ വിഭൂതിയാണ് മനുഷ്യരാശിക്കും എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഒരു പ്രിവിലേജായിട്ട് കാമത്തെ കാണണം. ധാർമ്മികമായ കാമം അത് അടിവരയിട്ട് ഉറപ്പിക്കണം. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അപ്പൊ കാമം എന്ന് കേട്ടാൽ ഉടനെ ഒരു അലർജി തോന്നരുത്, ഒരു അറപ്പ് തോന്നരുത്. കാമം എന്ന് പറഞ്ഞാൽ എനി ഡിസയർ. അതിൽ ധാർമ്മികമായിട്ടുള്ള ഏത് കാമവും നല്ലതാണ്, ഈ ലോക നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളതാണ്. ഇന്നിപ്പോ പുതിയ തലമുറയിലെ അധാർമിക കാമങ്ങൾ വർദ്ധിച്ചു വരികയും ധാർമ്മിക കാമങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുകയാണ്. വംശം നിലനിർത്താനായി വിവാഹം കഴിക്കണം, ഞാൻ അല്പം ത്യാഗമെല്ലാം സഹിക്കണം, എൻ്റെ അച്ഛനും അമ്മയും അവരുടെ പൂർവീകരും എല്ലാം ഇതേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു തന്നെയാണ് നമ്മളൊക്കെ ഉണ്ടായത്. അപ്പം നമ്മൾക്കും ഈ സമൂഹം നിലനിൽക്കാൻ ഈ ഉത്തരവാദിത്വം ഉണ്ട്. എല്ലാവർക്കും സന്യസിക്കാനുള്ള അർഹത ഇല്ല, അല്ലേ? നിവൃത്തി ധർമ്മം അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രിസ്ക്രൈബ്ഡ് ആണ്. സനകാദികളെ പോലെ, ശങ്കരാചാര്യരെ പോലെ, ശ്രീ സുഖബ്രഹ്മർഷിയെ പോലെ എന്ന് പറയും പോലെ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യാസം. ബാക്കി ഈ ലോകത്തിലുള്ള മനുഷ്യരിൽ 99.999999% വിവാഹം കഴിക്കേണ്ടവരാണ്. വിവാഹം കഴിച്ച് ക്രമത്തിൽ സന്യസിക്കാം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ ക്രമത്തിൽ വളർച്ച പ്രാപിക്കണം. മറ്റത് അക്രമമാണ്. ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യാസത്തിലേക്ക് പോകുന്ന ക്രമമല്ല, അത് ക്രമത്തെ ലംഘിക്കുന്ന എടുത്തുചാട്ടമാണ്. അത് പക്ഷേ എക്സംപ്റ്റഡ് കേസുകളാണ്, റയർ കേസുകളാണ്, എല്ലാവർക്കും ഉള്ളതല്ല. ഇപ്പോൾ എന്താ പറയുക, കർദമ പ്രജാപതിയെ പോലെ ഉള്ളിൽ വാസനകളുള്ളവർ, ആഗ്രഹങ്ങളുള്ളവർ എല്ലാവരും അത് പൂർണ്ണമായി തീരുന്നത് വരെ, ചിത്തശുദ്ധി ഉണ്ടാകുന്നത് വരെ ഈ പറഞ്ഞ ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിക്കണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആശ്രമങ്ങളിലൊക്കെ ചെറുപ്പക്കാര് മടിയന്മാരായി കല്യാണം കഴിക്കാതെയും ജോലി ചെയ്യാതെയും അലസന്മാരായി സുഖിക്കാൻ വേണ്ടി വരാറുണ്ട്. ധാരാളം പേര് വരാറുണ്ട്. നമ്മൾ അനുവദിക്കാറില്ല, പൊക്കോളാൻ പറയും.
ആശ്രമത്തിലൂടെ പണിയില്ലാതെയൊന്നുമല്ല, ചെറുപ്പക്കാരെ കിട്ടിയാൽ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവരങ്ങനെ വരുന്നവരല്ല, സേവനത്തിനായിക്കൊണ്ട് വരുന്നവരല്ല, അവരുടെ സുഖത്തിന് വേണ്ടി വരുന്നവരാണ്, എസ്കേപ്പ് ചെയ്ത് വരുന്നവരാണ്. അവരുടെ ഉള്ളിൽ മറ്റ് പല വാസനകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് അത് നേരായ മാർഗത്തിലൂടെ നേടാൻ കഴിവില്ലാതെ പരാജയപ്പെട്ടവരോ അല്ലെങ്കിൽ മടിയുള്ളവരോ ആണ്. എന്നിട്ട് ആശ്രമങ്ങളിൽ വന്ന് ആശ്രമങ്ങളിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ശ്രമിക്കാറുണ്ട്, ഇല്ലേ? അപ്പം അങ്ങനെയുള്ളവരെയൊന്നും ആശ്രമത്തെ ദുഷിപ്പിക്കാനായിക്കൊണ്ട് നിർത്തിക്കൂടാ. അതുകൊണ്ട് വേഗം പറഞ്ഞു വിടുക. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെറുപ്പക്കാർ ബ്രഹ്മചാരിമാർ വന്ന് വിവാഹം കഴിക്കാതെ സന്യാസിമാരാവണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഈ ധർമ്മപ്രചാരണത്തിന് അങ്ങനെയുള്ള ആളുകൾ ആവശ്യമാണ്. എന്താ വെച്ചാൽ എനർജി ഉള്ളവർ വേണം, ആരോഗ്യമുള്ളവർ വേണം. നല്ല പ്രായത്തിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചാലേ ഇതിൻ്റെ വേണ്ട രീതിയിലുള്ള മാർഗദർശനം കൊടുക്കാനായിട്ട് എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. മറ്റത് ഗൃഹസ്ഥാശ്രമത്തിലൂടെ കടന്ന് വാനപ്രസ്ഥത്തിലൂടെ സന്യാസത്തിലേക്ക് വരുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പാപങ്ങൾ ചെയ്തതിൻ്റെ ഗിൽറ്റ് അവരുടെ ഉള്ളിൽ ഉണ്ടാവും. മര്യാദയ്ക്ക് ജീവിച്ചവരാണെങ്കിൽ ഒരു ഗിൽറ്റും ഉണ്ടാവില്ല, അന്ധകരണ ശുദ്ധി ഉണ്ടാവും. അപ്പോൾ പലരും ഈ ഗൃഹസ്ഥാശ്രമത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ നിർബന്ധിതരാവും. ആരുടെയെങ്കിലുമൊക്കെ പ്രഷർ കൊണ്ട്, ഒന്നുകിൽ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തെ പ്രഷർ കൊണ്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ പ്രഷർ കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് കുടുംബ ഭാരങ്ങളുടെ പ്രഷർ കൊണ്ട്, ബിസിനസ്സിൻ്റെ പ്രഷർ കൊണ്ട്, മക്കളുടെ പ്രഷർ കൊണ്ട് എന്ന് പറഞ്ഞ മാതിരി പല രീതിയിൽ സമൂഹത്തിൻ്റെ പ്രഷർ കൊണ്ട് പല രീതിയിൽ ആളുകൾ തെറ്റുകളും പാപങ്ങളും ചെയ്യും. അത് ചെയ്ത് ഇതായി കഴിയുമ്പോഴേക്കും വൃദ്ധസ്താവ ചിന്താസക്ത. നേരെ മറിച്ച് ധാർമ്മികമായി ധനം സമ്പാദിച്ച് ധാർമ്മികമായി കുടുംബം പുലർത്തിയിട്ടുള്ളവർക്ക് മനസ്സിൽ യാതൊരു കളങ്കവുമില്ല. അവർ എന്താ പറയുക, ചിത്തശുദ്ധിയുള്ളവരായിരിക്കും. അവർക്ക് സന്യാസം ചെയ്യാൻ ഒരു തടസ്സവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അവരെ കൊണ്ട് സമൂഹത്തിന് ധാരാളം പ്രയോജനമുണ്ടാകും. അങ്ങനെയാണ് വരേണ്ടത്. ധാർമ്മികമായി ജീവിച്ച് വിരക്തി വന്ന് വാനപ്രസ്ഥ സന്യാസങ്ങളിലേക്ക് വരണം. നിങ്ങളൊക്കെ വരാവുന്നതാണ്. നിങ്ങൾ ഈ കേൾക്കുന്നവരിലൊക്കെ എന്താ പറയുക, എല്ലാവരും സന്യസിക്കേണ്ടവരാണ്. അതിനുള്ള യോഗ്യത നേടി സന്യസിക്കുക. വാനപ്രസ്ഥ സന്യാസ ജീവിതം എല്ലാവർക്കും നയിക്കേണ്ടതാണ്. അതാണ് ധർമ്മം. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്യസിക്കാൻ പാടുമോ എന്ന് പിന്നെയും ചോദിക്കേണ്ട കാര്യം ഇല്ല. അതുതന്നെ അങ്ങനെയുള്ള പല മഹാത്മാക്കളുണ്ട്. ഓക്കെ, അപ്പോൾ കാമത്തെക്കുറിച്ച് ഒരു നല്ല സങ്കല്പവും ധാർമ്മികമായിട്ടുള്ള കാമങ്ങൾ നമ്മുടെ കുട്ടികളിലൊക്കെ ഉണ്ടാവട്ടെ എന്നും നമുക്കും അതുപോലെയുള്ള ധാർമ്മികമായ ആഗ്രഹങ്ങൾ, ഈ ലോക നന്മയ്ക്കായിക്കൊണ്ടുള്ള ആഗ്രഹങ്ങൾ, ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച എന്നുള്ള ആ സങ്കല്പം, അതോടുകൂടി ജീവിക്കാം. അപ്പോൾ അങ്ങനെ ആ കാമദേവൻ്റെ കഥ പറഞ്ഞു. പാർവതീദേവിക്ക് വേണ്ടി മഹാദേവൻ്റെ തപസ്സിളക്കാനായിട്ട് ചെന്നപ്പോൾ മഹാദേവൻ്റെ നേത്രാഗ്നി കൊണ്ട് ദഗ്ധനായി. അദ്ദേഹം തന്നെ വീണ്ടും ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ വൈദർഭിയായ രുക്മിണിയുടെ പുത്രനായി കൃഷ്ണവീര്യത്തിൽ നിന്ന് ഉത്ഭവിച്ചു. പ്രദ്യുമ്നൻ എന്ന് വിഖ്യാതനായി. എന്തുകൊണ്ടും അച്ഛനിൽ നിന്നൊട്ടും കുറവില്ലാത്തവനായിരുന്നു. അനവമ പിതുഹു, പിതാവിൽ നിന്ന് അവമൻ ആയിരുന്നില്ല, ചെറിയവനായിരുന്നില്ല. എന്താ പറയുക, ഒപ്പത്തിനൊപ്പം യോഗ്യതയുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ, അഥവാ 10 ദിവസം തികയുന്നതിന് മുമ്പേ തന്നെ അനിർദശം തോകം, ദശദിനം കടക്കാത്ത കുട്ടിയായിരുന്ന ആ പ്രദ്യുമ്നനെ
കാമരൂപിയായി വന്ന ശമ്പരൻ എന്ന അസുരൻ ഹരിച്ചു കൊണ്ടുപോയി തൻ്റെ ശത്രുവാണിത് എന്ന് കരുതി പ്രാസ്യ ഉദന്വതി ജലാശയത്തിലേക്ക്, സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അഗാത് ഗൃഹം, തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. കാരണം തനിക്ക് കിട്ടിയിട്ടുള്ള വരം കാമദേവന്റെ കരം കൊണ്ട് മരണം. താൻ തന്നെ ചോദിച്ചു മേടിച്ചതാണ്. കാമദേവൻ ഇനി ജനിക്കില്ല എന്ന് വിചാരിച്ചിട്ട്. കാമദേവൻ അങ്ങനെ എന്നേക്കുമായിട്ട് മരിക്കില്ല. ഈ ലോകം ഉള്ളിടത്തോളം കാലം കാമദേവനും വേണം. അതുകൊണ്ട് കാമദേവനെ വധിക്കാനായിക്കൊണ്ട് ഇദ്ദേഹം ചെയ്ത പണിയാണ്. ആ കുട്ടിയെ ഒരു ബലവാനായ മത്സ്യം നിർജകാര ഗളിച്ചു, അഥവാ വിഴുങ്ങി. ആ മത്സ്യത്തെയും മറ്റു മത്സ്യങ്ങളോടുകൂടെ മത്സ്യജീവിഭി മഹദാജാലേന ഗൃഹീത, മത്സ്യം കൊണ്ട് ജീവിക്കുന്ന മുക്കുവന്മാരാൽ വലിയ വല കൊണ്ട് പിടികൂടി. എന്നിട്ട് ആ കൈവർത്തന്മാര് ഉപായനമായി ശമ്പരായ ഉപാജഹ്രു, ശമ്പരാസുരന് തന്നെ കൊണ്ടുപോയി കൊടുത്തു. ബൂമറാങ് എന്ന് പറയും പോലെ അത് തിരിച്ചു തന്നിലേക്ക് തന്നെ വന്നു. ആ പാചകക്കാര് സൂത മഹാനസം നീത്വ അടുക്കളയിലേക്ക് കൊണ്ടുപോയി അവരുടെ ആയുധം കൊണ്ട് നന്നായി മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളില് തതുദരേ അത്ഭുതം ബാലം ദൃഷ്ട, ആ ഉദരത്തിൽ അത്ഭുതമായ കുട്ടിയെ കണ്ട് മായാവത്യൈ നിവേദയെന്ന് മായാവതിക്ക് സമർപ്പിച്ചു. ആ മായാവതിയുടെ അടുത്ത് നാരദൻ വന്ന് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ബാലസ്യ ഉൽപ്പത്തി, മത്സ്യ ഉദര നിവേശനം. അതുമാത്രമല്ല ആ ദേവി മായാവതി കാമസ്യ പത്നി, രതിർനാമ യശസ്വിനി, രതി എന്ന പേരുള്ള കാമദേവന്റെ പത്നി തന്നെയാണ്. തന്റെ ഭർത്താവ് ദഹിച്ചുപോയി ദേഹോൽപത്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവളാണ്. ഇപ്പതാ ശമ്പരാസുരനാൽ അടുക്കളയിലെ ചോറും കൂട്ടാനും വെക്കാനായിക്കൊണ്ട് സൂപ ഊദന സാധനെ നിരൂപിക്കപ്പെട്ടവളായിരുന്നു, അപ്പോയിന്റ് ചെയ്യപ്പെട്ടവളായിരുന്നു. അവളുടെ കയ്യിലാണ് ഈ കുട്ടി കിട്ടിയത്. അപ്പൊ കാമദേവനാണെന്ന് മനസ്സിലായി. തഥാ അർഭകെ സ്നേഹം ചക്രെ, അപ്പോൾ തന്നെ ആ കുട്ടിയുടെ നേരെ നല്ല പോലെ സ്നേഹത്തെ ചെയ്തു. അതിദീർഘേണ കാലേന സ കാർഷ്ണീ രൂഢയൗവന ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം. ആ കാർഷ്ണി കൃഷ്ണപുത്രൻ രൂഢയൗവനനായി, യൗവനം വളർന്നവനായി വളരെ പെട്ടെന്ന് തന്നെ അധികം താമസിയാതെ അങ്ങനെ കാണുന്നവരായ നാരികൾക്കെല്ലാം വിഭ്രമം ജനയാമാസ, അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഇളക്കം ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും വിഭ്രമം ജനിപ്പിച്ചു. അത്രയ്ക്കും സുന്ദരനായിരുന്നു കാമദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ സുന്ദരൻ. അതും കൃഷ്ണപുത്രനായിട്ട് ജനിക്കുമ്പോൾ കൃഷ്ണന് തുല്യമായിട്ടുള്ള രൂപത്തോട് കൂടിയവനായിട്ട് എല്ലാവരെയും ഭ്രമിപ്പിച്ചു എന്നാണ് പറയണത്. അങ്ങനെയുള്ള ആ കാമദേവന്റെ അല്ലെങ്കിൽ പ്രദ്യുമ്നന്റെ കഥ തുടരുന്നു. നമ്മൾ ഇന്നലെ ഇതുവരെയാണ് കണ്ടത്. സാതം പതിം പദ്മദളായ ദീക്ഷണം പ്രലംബബാഹും നരലോകസുന്ദരം സവ്രീഡഹാസോത്തഭിതദ്ഭ്രുവേക്ഷതി പ്രീത്യോപദസ്തേ രതിരംഗസൗരതൈഃ. സാതം പതിം പദ്മദളായ ദീക്ഷണം പ്രലംബബാഹും നരലോകസുന്ദരം സവ്രീഡഹാസോത്തഭിതദ്ഭ്രുവേക്ഷതി പ്രീത്യോപദസ്തേ രതിരംഗസൗരതൈഃ. ആ ഭഗവാനെ പ്രദ്യുമ്നനെ പതിയായി കണ്ട് പ്രീതിയോടുകൂടി ഉപാസിച്ചു, സേവിച്ചു. സൗരതൈഹി ഉപതസ്തേന, ആ സുരത ആശയോടുകൂടി ശൃംഗാരഭാവത്തോടുകൂടി നർത്തം, ആ ഭാവങ്ങളോടുകൂടി ഉപാസിച്ചു. ഉപതസ്തേ അതാണ്. അപ്പോൾ സാ മായാവതി തം പതിം, ആ ഭർത്താവിനെ, തൻ്റെ ഭർത്താവാണ് മന്മഥനാണ് ഇപ്പോൾ ഈ കുട്ടിയായിട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയുള്ളവൻ? പദ്മദളായ ദക്ഷണം, താമരദളം പോലെയുള്ള വലിയ വികസിച്ച കണ്ണുകളോട് കൂടിയവൻ, താമരക്കണ്ണൻ, അച്ഛനെ പോലെ തന്നെ. പ്രലംബ ബാഹു, പ്രലംബം പ്രകർഷേണ ലംബമാനമായത്, നല്ലതുപോലെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്. എന്ത്? ബാഹു.
അപ്പൊ കൈകൾ വളരെ ദീർഘമായിട്ട് ആജാനു ബാഹു എന്ന് പറയാം, കാൽമുട്ട് പര്യന്തം കൈകളുള്ള കൃഷ്ണനെ പോലെ തന്നെ ക്ഷത്രിയ പാലന സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൈകൾ മഹാബാഹു. പ്രലംബബാഹും നരലോകസുന്ദരം, നരലോകത്തിൽ വെച്ച് സുന്ദരൻ, മനുഷ്യന്മാരുടെ ഇടയിൽ വെച്ച് പരമസുന്ദരനുമായിട്ടുള്ള ഭർത്താവിനെ, ഹേ അംഗ, അല്ലയോ രാജാവേ, ആ പതിയെ സവ്രീഡഹാസോത്തപിത ബ്രുവാ ഈക്ഷതി. എങ്ങനെ ഈക്ഷിച്ചു? ഈക്ഷിക്കുന്നവളായിരുന്നു, നോക്കുന്നവളായിരുന്നു. എങ്ങനെ? സവ്രീഡഹാസ ഉത്തപിത ബ്രുവാ. വ്രീഡ എന്ന് പറഞ്ഞാൽ ലജ്ജ. അപ്പോ മായാവതി ഈ കുട്ടിയെ നോക്കുന്നത് വ്രീഡയോടെ അഥവാ ലജ്ജയോടെയും. മന്ദഹാസം, അതാണ് ഹാസം. ഉത്തപിത ബ്രുവ, ഉത്തപിത ബ്രു എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുന്ന പുരികം, ഇളക്കുന്ന പുരികം, ഭ്രൂചലനം എന്നൊക്കെ. അപ്പോൾ ആ പുരികങ്ങൾ പ്രത്യേകമായി ചലിപ്പിച്ചുകൊണ്ട് ഒരു കാമിനി കാമുകനെ കാണുമ്പോൾ ഏതൊക്കെ ഭാവത്തിൽ പുരികം പിടയ്ക്കും, അല്ലെ, സ്ഫുരിക്കും, ചലിക്കും, അതുപോലെ ചലിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം. അതാണ് ഉത്തപിത ബ്രുവാ ഈക്ഷതി. അങ്ങനെ നോക്കുന്നവളായിട്ട് ആ രതി സാരഥി പ്രീത്യാ സൗരതൈഹി ഉപതസ്തേ. രതിദേവി പ്രീതിപൂർവം, പ്രേമപൂർവം, സൗരതൈഹി, സൗരത ഭാവത്തോടുകൂടി, സുരത ആശയെ സൂചിപ്പിക്കുന്ന ശൃംഗാരഭാവങ്ങളോടുകൂടി ഉപതസ്തേ, ഉപതസ്തേ ഉപാസിച്ചു, സേവിച്ചു, ഭജിച്ചു എന്നർത്ഥം. അപ്പോൾ ഈ കുട്ടിക്കുമാരനായി വളർന്നു വരുന്നു, ഒരു യൗവനത്തെ പ്രാപിച്ചു എന്നും മുമ്പ് പറഞ്ഞു അല്ലേ. വേഗം തന്നെ അതിദീർഘേണ കാലേന രൂഢയൗവനനായി. അപ്പോഴാണ് ഈ ശൃംഗാരഭാവമെല്ലാം രതിദേവി കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത്. ആ സമയത്ത് ഈ കുട്ടിക്കൊരു വല്ലാത്തൊരു പരിഭ്രമം തോന്നി. കാരണം ഇത് അമ്മയാണെന്നാണ് കരുതിയിരുന്നത്. തന്നെ വളർത്തിയ അമ്മ തൻ്റെ അമ്മയായിട്ട് കരുതിയിരുന്നു. ആ അമ്മയെപ്പോലെയുള്ള ഈ സ്ത്രീയുണ്ട്, തന്നോട് വളരെ ശൃംഗാരഭാവത്തോടെ പെരുമാറുന്നു, വളരെയധികം പ്രേമപൂർവം പെരുമാറുന്നു. അപ്പോൾ ഇതൊരു വിപരീതമായിട്ട് തോന്നിയിട്ട് ആ കുട്ടി തന്നെ, അല്ലെങ്കിൽ ആ യുവാവ് തന്നെ ഈ മായാവതിയോട് ചോദിക്കുകയാണ്. പ്രദ്യുമ്നൻ മായാവതിയോട് ചോദിക്കുന്നതാണ് അടുത്ത ശ്ലോകം. താമാഹ ഭഗവാൻ കാർഷ്ണിഹി മാതസ്തേ മതിരന്യഥാ മാതൃഭാവമതിക്രമ്യ വർത്തസേ കാമിനീ യഥാ. താമാഹ ഭഗവാൻ കാർഷ്ണിഹി മാതസ്തേ മതിരന്യഥാ മാതൃഭാവമതിക്രമ്യ വർത്തസേ കാമിനീ യഥാ. ഭഗവാൻ കാർഷ്ണിഹി, ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളോട് കൂടിയവനാണ് പ്രദ്യുമ്നൻ. ഭഗവാന്റെ അംശം തന്നെയാണ്. നമ്മൾ ചതുർവ്യൂഹ ഉപാസനയിൽ അല്ലേ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇങ്ങനെ 4 ഭാവങ്ങളിൽ ഉപാസിക്കേണ്ടവനാണ്. അപ്പോൾ ഭഗവാൻ വാസുദേവന്റെ അംശം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ന് തന്നെ പറഞ്ഞു. ഭഗവാന്റെ അംശത്തിൽ നിന്നുണ്ടായ ആ കാർഷ്ണി, കൃഷ്ണപുത്രൻ. താം ആഹ, താം അവളോട് ആഹ പറഞ്ഞു. എന്തു പറഞ്ഞു? മാതഃ തേ മതിഹി അന്യതാ. ഹേ മാതഃ, അല്ലയോ അമ്മേ, തേ മതിഹി അന്യതാ, അമ്മയുടെ ബുദ്ധി എന്താ ഇങ്ങനെ വിപരീതമായി പ്രവർത്തിക്കുന്നത്? അന്യതാ വർത്തസേ മാതൃഭാവം അതിക്രമ്യ. അമ്മ മാതാവിനെ പോലെ പെരുമാറുന്നതിന് പകരം മാതൃഭാവത്തെ അതിക്രമിച്ചുകൊണ്ട് കാമിനി യഥാ വർത്തസേ, ഒരു കാമിനിയെ പോലെ വർത്തസേ, നീ വർത്തിക്കുന്നുവല്ലോ. എന്താ ഇതിങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ലോക സ്വഭാവമല്ലല്ലോ ഇത്, അല്ലേ? അതുകൊണ്ട് എന്താണ് ഇങ്ങനെ അമ്മ കാമിനിയെ പോലെ പെരുമാറുന്നത്? അമ്മയുടെ മാതൃഭാവത്തെ വെടിഞ്ഞുകൊണ്ട് എന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് സംശയം കൊണ്ട്. അപ്പൊ അതിന് മറുപടി രതിദേവി തന്നെ പറയണു, അഥവാ മായാവതി തന്നെ പറയണു. രതിരുവാച ഭവാൻ നാരായണസുതഃ ശംബരേണ ഹൃതോ ഗൃഹാത് അഹം തേ അധികൃതാ പത്നി രതിഹി കാമോ ഭവാൻ പ്രഭോ. രതിരുവാച ഭവാൻ നാരായണസുതഃ ശംബരേണ ഹൃതോ ഗൃഹാത് അഹം തേ അധികൃതാ പത്നി
രതിഃ കാമോ ഭവാൻ പ്രഭോ. ആ രതീദേവിയായ മായാവതി പറയുകയാണ്, ഭവാൻ നാരായണസുതഃ, നാരായണന്റെ പുത്രനാണ് അങ്ങ്, ഭഗവാൻ കൃഷ്ണന്റെ പുത്രനാണ്. ഗൃഹാത് ശംബരേണ ഹൃദഃ, അങ്ങയെ അങ്ങ് ജനിച്ച സമയത്ത് ഗൃഹത്തിൽ നിന്ന്, അമ്മയുടെ ഗൃഹത്തിൽ നിന്ന് ശംബരേണ ഹൃദഃ, ശംബരൻ എന്ന അസുരനാൽ ഹരിക്കപ്പെട്ടതാണ്. ഹേ പ്രഭോ, അല്ലയോ ശക്തിയുള്ളവനെ, സർവസമർത്ഥനായിരിക്കുന്നവനെ, ഭവാൻ കാമഃ, അങ്ങ് ആരാന്നറിയോ? അങ്ങ് കാമനാണ്, കാമദേവനാണ്, കാമദേവന്റെ പുനർജന്മമാണ് അങ്ങ്. അഹം തേ അധികൃതാ പത്നി രതിഹി, അഹം ഞാൻ തേ അങ്ങയുടെ അധികൃതാ പത്നി, അധികൃതയായ അധികാരമുള്ള അർഹതപ്പെട്ടവളായ പത്നിയാകുന്നു. അപ്പൊ ഞാൻ അങ്ങയുടെ അമ്മയല്ല. ഞാൻ എന്തിനാ അമ്മയെ പോലെ പെരുമാറണം? അമ്മയെപ്പോലെ അല്ലല്ലോ ഞാൻ പെരുമാറേണ്ടത്, ഞാൻ പത്നിയെ പോലെയല്ലേ പെരുമാറേണ്ടത്, ഞാൻ അങ്ങയുടെ പത്നിയാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ദേവി ആ സത്യം പ്രദ്യുമ്നനെ അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങേക്ക് അധികാരപ്പെട്ട പത്നിയായ രതീദേവിയാകുന്നു, അങ്ങ് കാമനാണെങ്കിൽ ഞാൻ രതിയാകുന്നു. അതുകൊണ്ട് അങ്ങ് വേറൊന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിലുള്ള ഈ എന്താ പറയുക, പതി പത്നി ബന്ധത്തെ അങ്ങ് തിരിച്ചറിയുക. അങ്ങ് മറന്നു കിടക്കുകയാണ്, ഞാനിതാ ഓർമ്മിപ്പിക്കുന്നു. എന്നെ ഓർമ്മിപ്പിച്ചത് ഗുരുനാഥനായ നാരദ മഹർഷിയാണ്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങ് ഇങ്ങനെയൊക്കെയാണ് ജനിച്ചത്. ഇതാ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏഷത്വാ നിർദ്ദശം സിന്ധൗ അക്ഷിപത് ശംബരോസുരഃ മത്സ്യോഗ്രസീതദുദരാത് ഇതഃ പ്രാപ്തോ ഭവാൻ പ്രഭോ. ഏഷത്വാ നിർദ്ദശം സിന്ധൗ അക്ഷിപത് ശംബരോസുരഃ മത്സ്യോഗ്രസീതദുദരാത് ഇതഃ പ്രാപ്തോ ഭവാൻ പ്രഭോ. ഏഷഃ ശംബരഃ, ഏഷഃ എന്ന് പറഞ്ഞത് ഇവൻ എന്നാ പറഞ്ഞത്. ഇവൻ ആരാണ്? ശംബരൻ, അവിടെയുള്ള ആള്, അവിടെയുള്ള രാജാവ്. അപ്പൊ ഏഷഃ ശംബരഃ, ശംബരാസുരഃ, അസുരഃ എന്നും പറഞ്ഞിട്ടുണ്ട്. ശംബരഃ അസുരഃ അനിർദ്ദശം ത്വാ സിന്ധൗ അക്ഷിപത്, അനിർദ്ദശം ത്വാ, 10 ദിവസം തികയാത്തവനായ അങ്ങയെ, നിന്നെ, സിന്ധൗ സമുദ്രത്തിലേക്ക്, അക്ഷിപത് ക്ഷേപിച്ചു, എറിഞ്ഞു. മത്സ്യഃ അഗ്രസീത്, പിന്നീട് അങ്ങയെ ഒരു മത്സ്യം ഗ്രസിച്ചു, മത്സ്യം വിഴുങ്ങി. തദുദരാത്, ഹേ പ്രഭോ ഭവാൻ ഇതഃ പ്രാപ്തഃ, അങ്ങ് പ്രഭുവായതുകൊണ്ട് അങ്ങേക്ക് മരണം സംഭവിച്ചില്ല. അങ്ങ് അത്രയും സമർത്ഥനായതുകൊണ്ട്, ഒരു സാധാരണ ശിശുവാണെങ്കിൽ ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടാവും. അങ്ങ് അങ്ങനെയുള്ള ആളല്ല, അങ്ങ് പ്രഭുവാണ്, ഭഗവാനാണ്, ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് പ്രഭുവായ അങ്ങ് ഭവാൻ ഇതഃ പ്രാപ്തഃ, ഇപ്പതാ ഇതുവരെ എത്തി നിൽക്കുന്നു. ആ ശംബരാസുരന്റെ കൊട്ടാരത്തിൽ സൂതൻ മത്സ്യത്തെ മുറിച്ചപ്പോൾ കിട്ടിയ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചു, ഞാൻ അതിനെ വളർത്തി. അപ്പോൾ നാരദനാണ് വന്ന് പറഞ്ഞത് നമ്മൾ തമ്മിലുള്ളതായിട്ടുള്ള ഈ പൂർവബന്ധം, അതുകൊണ്ട് അങ്ങതറിയൂ എന്ന് പറഞ്ഞ്. മാത്രമല്ല, അങ്ങയെ കൊല്ലാൻ വേണ്ടി വെള്ളത്തിൽ ക്ഷേപിച്ചവനായ ഈ ശംബരാസുരനെ അങ്ങ് വെറുതെ വിടരുത്. അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വിടുന്നു മിണ്ടാതെ നമ്മൾ ദ്വാരകയിലേക്ക് പോവുകയല്ല വേണ്ടത്. പിന്നെന്താ ചെയ്യേണ്ടത്? ശംബരാസുരനെ വധിക്കണം, എന്നിട്ട് വേണം പോകാൻ. അതാണ് ഒരു പൗരുഷം, ക്ഷത്രിയ സ്വഭാവം. അല്ലാതെ ഒളിച്ചോടുകയല്ല വേണ്ടത്. അങ്ങയുടെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടാനുള്ളവനാണ് ഈ ശംബരാസുരൻ, അതുകൊണ്ട് കൊല്ലുക. അപ്പോ തമിമം ജഹി ദുർധർഷം ദുർജയം ശത്രുമാത്മനഃ മായാസതവിദം ത്വം ച മായാഭിർമോഹനാദിഭിഃ. തമിമം ജഹി ദുർദർശം ദുർജയം ശത്രുമാത്മനഃ മായാസതവിദം ത്വം ച മായാഭിർമോഹനാദിഭിഃ. അപ്പൊ അങ്ങെന്ത് ചെയ്യണം? ദുർദർശം ദുർജയം മായാശതവിധം ആത്മനഃ ശത്രും തമിമം മോഹനാദിഭിഹി മായാഭിഹി ജഹി. ജഹി എന്ന് പറഞ്ഞാൽ വധിച്ചാലും കൊന്നാലും അർത്ഥമാണ്. അപ്പൊ ആര് കൊല്ലണം? ത്വം ജഹി. എങ്ങനെയുള്ളവനെ? ദുർദർശം, ദുർദർശം ദർശിക്കാൻ പ്രയാസമുള്ളവൻ, കീഴ്പ്പെടുത്താൻ അതിക്രമിക്കാൻ പ്രയാസമുള്ളവൻ,
അത്ര ശക്തനാണ്. ദുർജയം, ആർക്കും ജയിക്കാൻ കഴിയാത്തവനാണ്, നല്ല ശക്തിയുള്ളവനാണ്. മായാശതവിധം, മായാശതങ്ങൾ അറിയുന്നവനാണ്, നൂറുകണക്കിന് മായകൾ അറിയുന്നവനാണവൻ. അവൻ്റെ പല മായാവിദ്യകളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവനെ ആത്മനഃ ശത്രു, അങ്ങയുടെ ശത്രുവാണെന്നും അങ്ങ് തിരിച്ചറിയണം. വ്യക്തമാണല്ലോ, അങ്ങേ കൊല്ലാൻ ശ്രമിച്ചവനാണല്ലോ, അല്ലെങ്കിൽ കൊന്നതാണല്ലോ. അങ്ങേ 10 ദിവസം തികയുന്നതിന് മുമ്പ് രുക്മിണിയുടെ ആ സൂതീഗൃഹത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞില്ലേ? അപ്പൊ കൊന്നു എന്ന് തന്നെ കണക്കാക്കണം. രക്ഷപ്പെട്ടത് അങ്ങ് വിഭുവായതുകൊണ്ട്, ഭഗവാന്റെ അംശമായതുകൊണ്ടൊക്കെ. അപ്പൊ അങ്ങയുടെ ശത്രുവാണെന്ന് അങ്ങ് തിരിച്ചറിയണം. ആത്മനഃ ശത്രും തമിമം. അവനെ എങ്ങനെ ജയിക്കണം? മോഹനാദിഭിഹി മായാദിഭിഹി ത്വം ജഹി. മോഹനം മുതലായ മായകളെ കൊണ്ട്, അവനെ മോഹിപ്പിക്കാനുള്ള മായാവിദ്യകൾ കൊണ്ട് അങ്ങ് ജഹിച്ചാലും, അവനെ ജഹി എന്ന് പറഞ്ഞാൽ വധിച്ചാലും, അവനെ നിഗ്രഹിച്ചാലും. അപ്പൊ അവനെ വധിച്ചിട്ട് വേണം നമ്മൾക്ക് ഇവിടെ നിന്ന് പോകാൻ. ആ ശത്രുവാണ്, ജയിക്കാൻ പ്രയാസമേറിയവനാണ് എന്ന് പറയാം. ഇപ്പൊ നമ്മളും നമ്മുടെ ഉള്ളിലും ഈ ശമ്പരന്മാരുണ്ട് അല്ലേ? ആ ശമ്പരന്മാരെ ധാർമ്മികമായ കാമങ്ങളെ കൊണ്ട് വേണം നിഹനിക്കാൻ. അധാർമിക കാമങ്ങളെയാണ് അല്ലേ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ട സ്വഭാവങ്ങളാണ് നമ്മൾ ജന്മജന്മാന്തരങ്ങളായി ആർജിച്ചിട്ടുള്ളത്. അതൊരു ശമ്പര സ്വഭാവമാണ്, ശമ്പരാസുരന്റെ സ്വഭാവമാണ് അല്ലേ? ഒരു വേടനാണ് നമ്മളൊക്കെ. ശമ്പരൻ എന്നുള്ളതിന് വേടൻ എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ വേടന്മാരുണ്ട്. ആ വേടന്മാരെ നിഗ്രഹിക്കണം. വേടന്മാര് സമൂഹത്തെ ഉപദ്രവിക്കുന്നവരാണ് അല്ലേ? വാൽമീകിയും ഒരു വേടനൊക്കെ ആയിരുന്നു. അദ്ദേഹവും ലോകത്തിന് ആദ്യം ഉപദ്രവം ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം സ്വയം മഹർഷിയായി മാറി. ആ രാമായണ കാവ്യത്തിലൂടെ എത്രയോ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു, ഇപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ആ രാമനിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ ആവട്ടെ ഇപ്പോഴത്തെ അഭിനവ വേടന്മാരും അല്ലേ? സമൂഹത്തെ വഴിതെറ്റിക്കുന്ന വേടന്മാര്, അഭിനവ വേടന്മാര്, ശമ്പരന്മാര് അവര് നേരെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അവര് നശിക്കേണ്ടി വരും. അപ്പോ എന്ത് ചെയ്യണം? മോഹനാദിപി മായാഭി ത്വം മായാശതവിധം ദുർദർശം ദുർജയം ആത്മനഃ ശത്രും ഇമം ജഹി. അവനെ കൊന്നുകളയൂ എന്ന് പറഞ്ഞു. ഇനി കൊല്ലേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് വെച്ചാൽ, ഇവിടുന്ന് നമ്മൾ പോണം. ഇവിടെ അങ്ങനെ ഇരുന്നാൽ പോരാ. കാരണം അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മകൻ നഷ്ടപ്പെട്ടിട്ട്. അതിനെക്കുറിച്ച് പറയുന്നു. പരിശോചതി തേ മാതാ കുരരീവ ഗതപ്രജ പുത്രസ്നേഹാകുലാദീന വിവത്സാ ഗൗരിവാകുലാ. പരിശോചതി തേ മാതാ കുരരീവ ഗതപ്രജ പുത്രസ്നേഹാകുലാദീന വിവത്സാ ഗൗരിവാകുലാ. തേ മാതാ ഗതപ്രജാ കുരരീവ വിവത്സാ ആകുല ഗൗഭൂയിവ പുത്രസ്നേഹാകുല ദീനാ പരിശോചതി. തേ മാതാ പരിശോചതി, അതാണ് വിഷയം. നിന്റെ അമ്മ വല്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതുപോലെ? ഗതപ്രജാ കുരരീ ഇവ. കുരരി എന്ന് പറഞ്ഞാൽ ചെറിയ കുരരപ്പക്ഷി, പെൺപക്ഷി, ചെറിയ കുരുവിയെ പോലെയുള്ള പക്ഷി. അപ്പൊ അതിന്റെ കുട്ടിയെ കഴുകനോ പരുന്തോ വേടന്മാരോ ആരെങ്കിലും റാഞ്ചി കൊണ്ടുപോയാൽ ആ പക്ഷി അതിന്റെ കുട്ടിയെ കാണാതെ എല്ലായിടത്തും അലഞ്ഞ് 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 പറന്നു നടക്കും, നിലവിളിച്ച് കരഞ്ഞുകൊണ്ട്. വെറുതെ അല്ല, മൗനമായിട്ടല്ല. അതിന്റെ ദുഃഖം അത് കരഞ്ഞ് 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 പ്രകടിപ്പിക്കും. അപ്പൊ കുരരപ്പക്ഷിയുടെ കരച്ചിൽ, കുട്ടിയെ കാണാതെയുള്ള കരച്ചിൽ, അതിനെ സൂചിപ്പിക്കുകയാണ് ഗതപ്രജാ കുരരീ ഇവ. മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു. വിവത്സ ആകുല ഗൗഹു ഇവ. ഗൗഹു പശു, പശുവിന്റെ കുട്ടി നഷ്ടപ്പെട്ടാൽ വിവത്സ, കുട്ടിയെ ദൂരേക്ക് നഷ്ടപ്പെടുകയോ
അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്താൽ ആകുലയായ ആ ഗോമാതാവ് എങ്ങനെ നിലവിളിച്ച് കരയും? എത്ര ദിവസങ്ങളോളം ഒരു കുട്ടി മരിച്ചാൽ, പശുക്കുട്ടി മരിച്ചാൽ ആ തള്ളപ്പശു എത്രയോ ദിവസങ്ങൾ അതിനെ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കും. ദൂരേക്ക് പോയാലും കരയും, അത് അടുത്തേക്ക് വരുന്നത് വരെ. അടുത്ത് വന്നാൽ കരച്ചിൽ നിർത്തും. പക്ഷെ എന്താ പറയുക, നഷ്ടപ്പെട്ടു പോയാലോ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ചില ആളുകളുടെ ഇടയിൽ പശുക്കളെ ബിസിനസ്സായിട്ട് വളർത്തുന്നവർ പ്രസവിച്ച് 10 ദിവസം തികയുന്നതിന് മുമ്പേ പശുക്കുട്ടിയെ ആർക്കെങ്കിലും കൊടുക്കും. പശുവിനെ അവർ കറക്കാൻ ശീലിപ്പിച്ചിട്ടുണ്ട്, കുട്ടിയില്ലാതെ കറക്കുക. അപ്പോൾ കുട്ടിയെ വളർത്തേണ്ട ആവശ്യമില്ല. മറ്റത് കുട്ടിയെ ഒരു 3 വർഷമൊക്കെ വളർത്തിയാലേ കുട്ടി പ്രസവിക്കാറാവുള്ളൂ. അപ്പോൾ വലിയ നഷ്ടമാണത്. ഈ പശുക്കുട്ടികളെ വളർത്തൽ വലിയ കച്ചവടമാണ്, കച്ചവടം നോക്കിയാൽ. അപ്പോൾ അങ്ങനെയുള്ള കച്ചവടത്തിൽ മനസ്സുള്ള ആളുകൾ എന്ത് ചെയ്യും? കുട്ടി ജനിച്ച ഉടനെ തന്നെ 10 ദിവസത്തിനകം അതിനധികം പാലൊന്നും കൊടുക്കാതെ അതിനെ കൊടുത്തുവിടും. ആർക്കെങ്കിലും കൊടുക്കും. അത് പലതിനും ആവാം. അറക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ വളർത്താൻ കൊടുക്കാം. അതിനെ വളർത്തുന്നവരും ഉണ്ട്. എന്തായാലും ആ സമയത്ത് ഈ കള്ളപ്പശു ദിവസങ്ങളോളം കരയും. അതാണ് ഇവിടെ പറഞ്ഞത്. വിവത്സ ആകുല ഗൗഹു ഇവ, ആകുലയായ ഗോമാതാവിനെ പോലെയും. പുത്രസ്നേഹാകുല ദീന പരിശോചതി, പുത്രസ്നേഹം കൊണ്ട് പരവശയായിട്ട് ദീനയായി നിന്റെ അമ്മ അവിടെ കരയുന്നുണ്ട്. രുക്മിണി ദേവി ദ്വാരകാപുരിയിൽ മകൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എപ്പോഴും കരയുന്നുണ്ട്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. അവരുടെ പ്രത്യേകിച്ച് ആൺമക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമ്മമാർക്ക് വലിയ സങ്കടമാണ്. അതങ്ങനെ ഒരു കെമിസ്ട്രിയാണ്. കാരണം അല്ലേ, സൃഷ്ടിയിൽ തന്നെ പുത്രോ രക്ഷതി വാർദ്ധക്യേ എന്നുള്ള രീതിയിലാണ്. അമ്മമാർക്ക് പ്രായമാകുമ്പോൾ ഭർത്താക്കന്മാർ അതിലും മുതിർന്നവരായതുകൊണ്ട് അവർ നേരത്തെ ചിലപ്പോൾ മരിച്ചു പോകാം. അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യമില്ലാതെ എവിടെയെങ്കിലും കിടക്കാം. അപ്പോൾ ആശ്രയമാകുന്നത് ആൺകുട്ടികളാണ്. ആ ആൺകുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ ഒരിക്കലും ആ ദുഃഖം മാറില്ല അമ്മമാർക്ക്. നമ്മുടെ യശോദയും അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. ഭഗവാനോട് ആ കുട്ടികളെ തിരിച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മരിച്ചുപോയ 6 കുട്ടികളെ, കംസൻ കൊന്ന 6 കുട്ടികളെ എനിക്കൊന്ന് കാണണം, അത് കണ്ടു കഴിയുമ്പോൾ എൻ്റെ സങ്കടം മാറും. അപ്പോഴാണ് ഭഗവാൻ മഹാബലിയുടെ സുതലത്തിൽ ചെന്ന് 6 മക്കളെ കൊണ്ടുവന്ന് അമ്മയുടെ മടിയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ മുറിവ് ഉണങ്ങുന്നത്. അല്ലെങ്കിൽ അമ്മമാർക്ക് വലിയൊരു മുറിവാണ്. എന്തായാലും ലോകസ്വഭാവമാണ്. കാരണം അമ്മമാർ സ്വന്തം മക്കളെ അവരവരുടെ ശരീരത്തിൻ്റെ എക്സ്റ്റൻഷനായി തന്നെ താതാത്മ്യം പ്രാപിച്ചവരാണ്. അവരുടെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. അവർ 10 മാസം ഒന്നിച്ചു കൊണ്ടു നടന്നതാണ്. സ്വയം ഒന്നായിരുന്നതാണ്, രണ്ടായിരുന്നില്ല. 10 മാസം ചുമന്നതിൻ്റെ ആ ഒരു തുടർച്ച, താതാത്മ്യം, അത് പിന്നെയും തുടരും. അത് ലോക സ്വഭാവം. പ്രത്യേകിച്ച് മനുഷ്യരുടെ ഇടയിൽ. മറ്റു ജന്തുക്കൾക്ക് അത്രയില്ല. അവർ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ആട്ടിവിടും. അത് പ്രകൃതി നിയമം. നമ്മൾക്ക് പ്രകൃതി നിയമം അറിയാമെങ്കിലും ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി അല്ലേ? ദേവി മഹാത്മ്യം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ വേഗം പോകേണ്ടതാണ്, അമ്മയുടെ അടുത്തേക്ക് പോകേണ്ടതാണ്. ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. നിന്റെ ശത്രുവായ ശംബരാസുരനെ വധിക്കണം. പ്രഭാശ്യൈവം ദദൗ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതി മഹാമായാം സർവമായ വിനാശിനീം. പ്രഭാശ്യൈവം ദദൗ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതീം മഹാമായാം സർവമായ വിനാശിനീം. ഏവം പ്രഭാഷ്യ, ഇങ്ങനെ നന്നായി സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മായാവതി, ആ മായാവതിയാകുന്ന രതി മഹാത്മനെ പ്രദ്യുമ്നായ, മഹാത്മാവായ പ്രദ്യുമ്നായിക്കൊണ്ട്, എന്നുവെച്ചാൽ ഈ മായാവിദ്യകളൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അതിന് യോഗ്യതയുള്ള ആളുകളായിരിക്കണം. ദുഷ്ടന്മാരുടെ കയ്യിൽ വലിയ അണുബോംബൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവരിടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, എൻ്റെ കയ്യിൽ അണുബോംബുണ്ട്, എൻ്റെ കയ്യിൽ അണുബോംബുണ്ട്, ഇപ്പോൾ പൊട്ടിക്കും.
നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ കീഴിൽ നിന്നോളൂ, ഞാൻ പറഞ്ഞതനുസരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ മായാവിദ്യകളൊക്കെ പഠിപ്പിക്കണമെങ്കിൽ യോഗ്യത ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ മഹാത്മനേ പ്രദ്യുമ്നായ, മഹാത്മാവായ പ്രദ്യുമ്നായിക്കൊണ്ട് സർവമായാവിനാശിനി മഹാമായാം വിദ്യാം ദദൗ, സർവമായകളെയും ഈ ശമ്പരാസുരൻ പ്രകടിപ്പിക്കുന്ന ഏതൊക്കെ മായകളുണ്ടോ അതിനൊക്കെ എതിരായിട്ട് പ്രയോഗിക്കാനുള്ള മഹാമായാം വിദ്യ, മഹാമായയാകുന്ന വിദ്യയെ, ശമ്പരനേക്കാൾ വലിയ മായാവിദ്യകളെ മായാവതി ദദൗ, ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ പതിയായിരിക്കുന്ന പ്രദ്യുമ്നന്, കാമദേവൻ തന്നെ പ്രദ്യുമ്നായി വന്നിരിക്കുന്നു, ആ പ്രദ്യുമ്നന് ഈ മായാവിദ്യകളെ മായാവതി ഉപദേശിച്ചു കൊടുത്തു. സ്വച ശംബരമഭ്യേത്യ സംയുഗായ സമാഹ്വയത് അവിഷഹ്യൈസ്തമാക്ഷേപൈഃ ക്ഷിപൻ സഞ്ജനയൻ കലിം. സ്വച ശംബരമഭ്യേത്യ സംയുഗായ സമാഹ്വയത് അവിഷഹ്യൈസ്തമാക്ഷേപൈഃ ക്ഷിപൻ സഞ്ജനയൻ കലിം. സഹച ശംബരം അഭ്യേത്യ, സഹച എന്ന് പറഞ്ഞാൽ പ്രദ്യുമ്ന, ആ പ്രദ്യുമ്നൻ ശംബരം അഭ്യേത്യ, ആ കൊട്ടാരത്തിലെ രാജാവായ ശംബരന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ശംബരന്റെ മുമ്പിൽ ചെന്നിട്ട് അവിഷഹ്യൈ ആക്ഷേപൈഹി ക്ഷിപന്, അവിഷഹ്യങ്ങളായ ആക്ഷേപങ്ങളെ കൊണ്ട്, കേട്ടാൽ പൊറുക്കാത്തത്, സഹിക്കാത്തത്, അവിഷഹ്യം ന വിഷഹ്യം, വിശേഷണ സഹിക്കാൻ പറ്റുന്നതല്ല, ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചീത്ത വിളി അല്ലേ, നല്ലോണം പ്രകോപിപ്പിച്ചുകൊണ്ട് ചീത്ത വിളിച്ചു. അതാണ് കലിം സഞ്ജനയൻ. കലി എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിലെ കോപം, കലി എന്നാൽ കോപം തന്നെയാണ്. അപ്പോൾ കലിയെ വർദ്ധിപ്പിച്ചുകൊണ്ട്, കലിയെ ജനിപ്പിച്ചുകൊണ്ട്, കോപം ജനിപ്പിച്ചുകൊണ്ട്, അപ്പോൾ ഇവൻ കോപിച്ച് തന്നോട് യുദ്ധത്തിന് വരണം, അതാണ് പ്രദ്യുമ്നന്റെ ആവശ്യം. അപ്പൊ അതിന് അവിടെ ചെന്ന് ആക്ഷേപിക്കുകയാണ്, എന്തൊക്കെ കേട്ടാൽ പൊറുക്കില്ലയോ അതൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് അവിഷഹ്യൈ ആക്ഷേപൈക്ഷിപന് കലിം സഞ്ജനയന് സംയുഗായ തം സമാഹ്വയത്. സംയുഗം എന്നാൽ യുദ്ധം. അപ്പൊ യുദ്ധത്തിനായിക്കൊണ്ട് തം ശംബരം സമാഹ്വയത്, സമ്യക്കായി ആഹ്വാനം ചെയ്തു. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ, എന്നോട് യുദ്ധം ചെയ്യടാ, വെറുതെ അടച്ച് അല്ലേ വീട്ടിൻ്റെ അകത്ത് അടച്ചിരിക്കാതെ വാ ഭീരുവായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പൗരുഷത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ, മുറിവേൽപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ അഹങ്കാരത്തിന് കുത്തുകൊടുത്തുകൊണ്ടിരുന്നു, പലതരത്തിൽ ആക്ഷേപം കൊടുത്തു. അപ്പൊ പിന്നെ അവന് സഹിക്കാനാവില്ല, അവൻ യുദ്ധത്തിനായിക്കൊണ്ട് വരുന്നു. സോധിക്ഷിപ്തോ ദുർവചോഭിഃ പാദാഹ പൈവോരഗഃ നിശ്ചക്രാമഗദാപാണിഃ അമർഷാദ് താമ്രലോചനഃ. സോധിക്ഷിപ്തോ ദുർവചോഭിഃ പാദാഹ ദൈവോരഗഃ നിശ്ചക്രാമഗദാപാണിഃ അമർഷാദ് താമ്രലോചനഃ. ദുർവചോഭിഃ അധിക്ഷിപ്തഃ സഹ, ദുർവാക്കുകളെ കൊണ്ട് അധിക്ഷേപിക്കപ്പെട്ട, എടുത്തെറിയപ്പെട്ട അല്ലെ വാക്കുകൾ അവന്റെ മേലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അധിക്ഷേപം കൊണ്ട് അധിക്ഷേപിക്കപ്പെട്ടവനായ സഹ, അവൻ ആ ശംബരൻ പാദാഹതഃ ഉരഗഃ ഇവ അമർഷാദ് താമ്രലോചനഃ. പാദാഹതഃ ഉരഗഃ ഇവ, ചവിട്ടേറ്റ, കാലുകൊണ്ട് ചവിട്ടിയ പാമ്പിനെ പോലെ. ചവിട്ടിയാലേ പാമ്പിന് കോപം വരുള്ളൂ. പാമ്പ് നമ്മളെ കടിക്കാനൊക്കെ വരുന്നത് മിക്കവാറും അതിന് ചവിട്ട് കൊള്ളുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ചവിട്ടേറ്റ പാമ്പിനെ പോലെ ഉരഗഃ ഇവ അമർഷാദ് താമ്രലോചനഃ, കോപം സഹിക്കവയ്യാതെ അമർഷം കൊണ്ട് ചുവന്ന കണ്ണോടുകൂടിയവനായിട്ട്, താമ്രലോചനനായിട്ട്, ഗദാപാണിഃ നിശ്ചക്രാമ, ഗദാപാണിയായിട്ട് നിഷ്ക്രമിച്ചു, കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ സുഗ്രീവൻ ബാലിയെ വെല്ലുവിളിച്ചപ്പോ ഇരിക്കപ്പൊറുതിയില്ലാതെ ബാലി പുറത്തേക്ക് വന്നതുപോലെ, താര എത്ര തടഞ്ഞിട്ടും ബാലി അതിനൊക്കെ മറുപടി കൊടുത്ത് ആശ്വസിപ്പിച്ച് അല്ലേ സുഗ്രീവനെ നേരിടാൻ വന്നു. അതുപോലെ എന്നർത്ഥം. ഇവിടെ പുറത്തേക്ക് ഗദാപാണിയായിട്ട് നിശ്ചക്രാമ ഗദാപാണി അമർഷാദ് താമ്രലോചനഃ. ഗദാമാവിദ്യതരസാ പ്രദ്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വ്യനതന്നാദം വജ്രനിഷ്പേഷ നിഷ്ഠുരം.
ഗദാമാവിദ്യ തരസാ പ്രദ്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വനതന്നാദം വജ്രനിഷ്പേഷനിഷ്ഠുരം. തരസാ ഗദാമാവിദ്യ, വേഗത്തിൽ പുറത്തേക്ക് വന്ന് ഗദയെ ആവിദ്യ എന്ന് പറഞ്ഞാൽ ആസമന്താത് വേദനം കൃത്വ, നല്ലപോലെ കറക്കിക്കൊണ്ട് ചുഴറ്റിക്കൊണ്ട് അടുത്തു വരുന്നവരെയൊക്കെ തകർക്കും പോലെയുള്ള രീതിയിൽ ഭ്രമിപ്പിച്ചുകൊണ്ട് മഹാത്മനെ പ്രദ്യുമ്നായ പ്രക്ഷിപ്യ, ചുഴറ്റിയിട്ട് എന്ത് ചെയ്തു? അതിനെ പ്രക്ഷേപം ചെയ്തു, എറിഞ്ഞു, ഗത കൊണ്ട് എറിഞ്ഞു. ആരെ? മഹാത്മനെ പ്രദ്യുമ്നായ, മഹാത്മാവായ പ്രദ്യുമ്നന്റെ നേർക്ക് ഗതയെ എറിഞ്ഞു. വജ്രനിഷ്പേഷ നിഷ്ഠുരം നാദം വ്യനതത്. വജ്രനിഷ്പേഷ നിഷ്ഠുരം എന്ന് പറഞ്ഞാൽ, വജ്രനിഷ്പേഷം എന്ന് പറഞ്ഞാല് ഇടി ഗർജനം, ഇടിവെട്ട് പോലെ നിഷ്ഠുരമായ കഠിനമായിട്ടുള്ള നാദത്തെ വ്യനതത്, അട്ടഹസിച്ചുകൊണ്ട് ശബ്ദിച്ചു. പുറത്തേക്ക് എല്ലാവർക്കും ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ ഇടിവെട്ടും പോലെയുള്ള ശബ്ദങ്ങളെ ഉണ്ടാക്കി. ആ ഗതയെ പ്രദ്യുമ്നന്റെ നേരെ എറിഞ്ഞ ശേഷം, അല്ലെങ്കിൽ എറിയുമ്പോൾ തന്നെ ആ ശബ്ദം പ്രകടിപ്പിച്ചു, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. താമാപദന്തീം ഭഗവാൻ പ്രദ്യുമ്നോ ഗതയാ ഗതാം അപാസ്യ ശത്രവേ ക്രുദ്ധഃ പ്രാഹിണോ സ്വഗതാം നൃപ. താമാപദന്തീം ഭഗവാൻ പ്രദ്യുമ്നോ ഗതയാ ഗതാം അപാസ്യ ശത്രവേ ക്രുദ്ധഃ പ്രാഹിണോ സ്വഗതാം നൃപ. ഹേ നൃപ, അല്ലയോ പരീക്ഷിത്തെ കേൾക്കൂ. ഭഗവാൻ പ്രദ്യുമ്നഃ ആപദന്തീം താം ഗതാം ഗതയാ അപാസ്യ. ഭഗവാൻ പ്രദ്യുമ്നഃ, ഐശ്വര്യ പരിപൂർണനായ ഭഗവാന്റെ അംശമായ ആ പ്രദ്യുമ്നൻ, ആപതന്തീം തന്റെ നേരെ ആപതിക്കുന്നത്, നേർക്ക് വരുന്നതായിട്ടുള്ള താം ഗതാം ആ ഗതയെ സ്വഗതയാ അപാസ്യ, തന്റെ കയ്യിൽ ഒരു ഗതയുണ്ട്, സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഗത കൊണ്ട് അപാസ്യ ദൂരേക്ക് തട്ടിക്കളഞ്ഞിട്ട്, ക്രുദ്ധഃ ക്രോധിച്ചുകൊണ്ട്, സ്വഗതാം ശത്രവേ പ്രാഹിണോദ് തന്റെ കയ്യിലുള്ള ഗതയെ ശത്രുവായ ശംബരന്റെ നേർക്ക് പ്രയോഗിച്ചു. അപ്പോ എങ്ങനെയാണോ ശംബരൻ പ്രദ്യുമ്നന്റെ നേരേക്ക് ഗതയെ എറിഞ്ഞത്, ആ ഗതയെ തന്റെ ഗത കൊണ്ട് തട്ടിക്കളഞ്ഞ് തന്റെ ഗതയെ അതേപോലെ തിരിച്ചെറിഞ്ഞു എന്നർത്ഥം. പ്രാഹിണോത് പ്രയോഗിച്ചു. സച മായാം സമാശ്രിത്യ ദൈതേയീം മയദർശിതാം മുമുചേ അസ്ത്രമയം വർഷം കാർഷ്ണൗ വൈഹായസോസുരഃ. സച മായാം സമാശ്രിത്യ ദൈതേയീം മയദർശിതാം മുമുചേസ്ത്രമയം വർഷം കാർഷ്ണൗ വൈഹായസോസുരഃ. സഹ അസുരഃ, ആ അസുരൻ ശംബരാസുരൻ എവിടെ നിന്നുകൊണ്ട്? വൈഹായസഹ എന്ന് പറയുന്നുണ്ട്. വൈഹായസം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? മായാം സമാശ്രിത്യ ദൈതേയീം മയദർശിതം, മയദർശിതാം ദൈതേയീം മായാം സമാശ്രിത്യ. മയദർശിത എന്ന് പറഞ്ഞാൽ മയൻ, അസുരന്മാരുടെ ഇടയിലുള്ള ഒരാളാണ് അല്ലെ, അസുരന്മാരുടെ ശില്പിയാണ്, അസുരന്മാർക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്യുന്ന ആളാണ്. നമ്മുടെ രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയുടെ അച്ഛൻ കൂടിയാണ് മയൻ അല്ലേ. അപ്പൊ ആ മയൻ തന്നെയാണ് ഇവർക്ക് പല മായാവിദ്യകളും പഠിപ്പിച്ചിട്ടുള്ളത് അസുരന്മാർക്ക്. അതാണ് ഇവിടെ മയദർശിതാം ദൈതേയീം മായാം സമാശ്രിത്യ, മയനാൽ അഭ്യസിപ്പിക്കപ്പെട്ട ദർശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള മായാവിദ്യയെ, അത് ദൈതേയീ മായ, അസുര സ്വഭാവമുള്ള മായകൾ, അസുരന്മാർ പ്രയോഗിക്കുന്ന മായകളെ ആശ്രയിച്ചുകൊണ്ട് വൈഹായസഹ ആകാശത്തിൽ നിൽക്കുന്നവനായി, മായ കൊണ്ട് ആകാശത്തിലേക്ക് പൊങ്ങി, സഹ അസുരഃ ആ അസുരൻ കാർഷ്ണൗ അസ്ത്രമയം വർഷം മുമുചേ, കാർഷ്ണിയിൽ കൃഷ്ണപുത്രനിൽ അസ്ത്രമയം വർഷം, ശരമയമായ വർഷം, ശരമാരി. മഴ പെയ്യുന്നത് വെള്ളമാണ്, പക്ഷെ ഇവിടെ പെയ്ത മഴ ശരം കൊണ്ടുള്ള മഴ പെയ്യിച്ചു. അതാണ് മുമുചേ അസ്ത്രമയം വർഷം, മുമുചേ മോചിപ്പിച്ചു. മയൻ ശില്പി തന്നെയാണ്, വിശ്വകർമാവിന്റെ മകനാണ്, ദേവശില്പിയാണ് വിശ്വകർമാവ്, അസുരശില്പിയാണ് മയൻ. പല പ്രാവശ്യം ആ മയൻ തന്നെയാണ് ലങ്ക കൂടുതൽ മനോഹരമാക്കി കൊടുക്കുന്നത് രാവണന്. ആദ്യം വിശ്വകർമാവാണ് ലങ്ക കുബേരന് വേണ്ടി നിർമ്മിക്കുന്നത്, അതേ ലങ്കയെ മോടി പിടിപ്പിക്കുന്നത്, റിനോവേഷൻ ചെയ്യുന്നത് മയനാണ്.
മയനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രാവണൻ ചെയ്യിപ്പിക്കുന്നതാണ്. ആ മയന്റെ പുത്രിയെ വിവാഹവും കഴിച്ചു. ആ മയൻ തന്നെയാണ് നമ്മുടെ പാണ്ഡവന്മാർക്ക് ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും മയൻ മഹാമായാവിയാണ്. അപ്പോ അസ്ത്രങ്ങൾ മഴയായി പെയ്തു പ്രദ്യുമ്നന്റെ നേർക്ക് ആകാശത്തു നിന്ന്. ബാധ്യമാനോസ്ത്രവർഷേണ രൗക്മിണേയോ മഹാരഥഃ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനീം. ബാധ്യമാനോസ്ത്രവർഷേണ രൗക്മിണേയോ മഹാരഥഃ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനീം. അസ്ത്രവർഷേണ ബാധ്യമാനഃ, ഈ ശംബരാസുരന്റെ മായ കൊണ്ട് പ്രയോഗിച്ച അസ്ത്രവർഷത്താൽ ബാധിക്കപ്പെട്ടവനായിട്ട് മഹാരഥഃ രൗക്മിണേയഃ, മഹാരഥനായിട്ടുള്ള രുക്മിണീ പുത്രൻ പ്രദ്യുമ്നൻ. ആ രൗക്മിണേയഃ മായോപമർദിനീം സത്വാത്മികാം മഹാവിദ്യാം പ്രായുങ്ത. മായോപമർദിനീം, സർവമായയെയും മർദ്ദിക്കുന്നത്, നശിപ്പിക്കുന്നത്, എല്ലാ മായകളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള സത്വാത്മികാം മഹാവിദ്യ. ഇദ്ദേഹം പഠിച്ചിട്ടുള്ള വിദ്യകൾ സത്വാത്മികമായിട്ടുള്ള വിദ്യകളാണ്. മറ്റത് മറ്റേ രാക്ഷസ സ്വഭാവം ദൈതേയീം മായാം എന്ന് പറഞ്ഞു. ശംബരാസുരന്റെ കയ്യിലുള്ളത് ദൈതേയീം, ആസുരമായ, തമോ ഗുണവും രജോ ഗുണവും നിറഞ്ഞ മായ. ഇവിടെ പ്രദ്യുമ്നന്റെ കയ്യിൽ സത്വഗുണമാകുന്ന മായ, സാത്വികമായിട്ടുള്ള മായ. സാത്വികമായിട്ടുള്ള മായ പ്രകാശപൂർണമാണ്, അല്ലേ? നമ്മളൊക്കെ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലും ധാരാളം മായകളുണ്ട്, താമസ രാജസ മായകളുണ്ട്. ഇതിനെ സാത്വിക മായ കൊണ്ട്, സാത്വിക വിദ്യ കൊണ്ട്, അല്ലേ? മായ തന്നെയാണ് വിദ്യ. അതാണുള്ള വിദ്യാമെന്ന് പറയുന്നുണ്ട്. വിദ്യ കൊണ്ട് അവിദ്യാസ്വരൂപങ്ങളായ രജോ ഗുണങ്ങളെയും തമോ ഗുണങ്ങളെയും നശിപ്പിക്കണം, കുറയ്ക്കണം, എന്നിട്ട് സത്വഗുണം വളർത്തണം. അപ്പൊ ഇവിടെയും ഇവിടെ ബാഹ്യമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? മായോപമർദിനിയും സത്വാത്മികാം മഹാവിദ്യാം പ്രായുങ്ത. ആ മഹാവിദ്യയെ, സത്വഗുണപ്രധാനമായിട്ടുള്ള മഹാവിദ്യയെ മറ്റ് മായകളെ നശിപ്പിക്കാനായിക്കൊണ്ട് പ്രയോഗിച്ചു. തതോ ഗൗഹ്യക ഗാന്ധർവ പൈശാചോരക രാക്ഷസീഃ പ്രായുങ്ത ശതശോ ദൈത്യഃ കാർഷ്ണിഃ വ്യതമയത്സതാഃ. തതോ ഗൗഹ്യക ഗാന്ധർവ പൈശാചോരക രാക്ഷസീഃ പ്രായുങ്ത ശതശോ ദൈത്യഃ കാർഷ്ണിഃ വ്യതമയത്സതാഃ. തതഃ ദൈത്യഃ, അനന്തരം ആ ദൈത്യൻ ഗൗഹ്യക ഗാന്ധർവ പൈശാച ഉരക രാക്ഷസീഃ ശതശഃ പ്രായുങ്ത സഹ കാർഷ്ണിഃ താഃ വ്യതമയത്. അപ്പൊ തതഃ, അനന്തരം ദൈത്യഃ, ആ ശംബരാസുരൻ, അവന്റെ ആദ്യത്തെ മായകളൊക്കെ ഇദ്ദേഹം പ്രദ്യുമ്നൻ നശിപ്പിച്ചപ്പോൾ ആ അസുരൻ എന്ത് ചെയ്തു? വീണ്ടും പല മായകളെ പ്രയോഗിച്ചു. ആദ്യം ദൈത്യേയി മായ എന്ന് പറഞ്ഞു, പിന്നെ ഗൗഹ്യകം എന്ന് പറഞ്ഞാൽ ഗുഹ്യകന്മാര് എന്ന് പറയുന്ന ആ യക്ഷന്മാര്, ഗന്ധർവന്മാര്, അവരുടെയൊക്കെ വകുപ്പിൽപ്പെട്ടതാണ് ഗുഹ്യകന്മാര്. അതുപോലെ ഗാന്ധർവം, അപ്പൊ ഗന്ധർവന്മാരെ സംബന്ധിച്ചതായിട്ടുള്ളത്, പൈശാചം പിശാചുക്കളെ സംബന്ധിച്ചത്, ഉരകം സർപ്പങ്ങളെ സംബന്ധിച്ചത്, രാക്ഷസി രാക്ഷസന്മാരെ സംബന്ധിച്ചത്, ഇങ്ങനെയുള്ള ശതശഃ പ്രായുക്ത, നൂറുകണക്കിന് പല പ്രാവശ്യം പ്രയോഗിച്ചു എന്നർത്ഥം. അപ്പോൾ മറ്റേ പ്രദ്യുമ്നന്റെ നേരെ എല്ലാതരം മായാവിദ്യകളും മാറി 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 പ്രയോഗിച്ചു നോക്കുകയാണ്. ഏത് പ്രയോഗിച്ചാലാണ് ഫലിക്കുക എന്നറിയാതെ ഈ ഗൗഹ്യകം, ഗാന്ധർവം, പൈശാചം, ഉരകം, രാക്ഷസി അങ്ങനെയുള്ള വിദ്യകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മായകളെയൊക്കെ പ്രയോഗിച്ചു. അപ്പോഴോ സഹ കാർഷ്ണിഃ താഃ വ്യതമയത്. എന്നാൽ ആ കാർഷ്ണിയാകട്ടെ, കൃഷ്ണപുത്രനാകട്ടെ, താഹ അവയെ എല്ലാം വ്യതമയത് നശിപ്പിച്ചു എന്നർത്ഥം, നന്നായി സംഹരിച്ചു. അപ്പോൾ ശംബരാസുരന്റെ മായാവിദ്യകളെല്ലാം മായാവതിയിൽ നിന്ന് നന്നായി അഭ്യസിച്ചിരുന്ന മായാവിദ്യകളെ കൊണ്ട് തന്നെ, സാത്വിക മായകളെ കൊണ്ട് തന്നെ പ്രദ്യുമ്നൻ നശിപ്പിച്ചു കളഞ്ഞു.
നിശാതം അസിമുദ്യമ്യ സകിരീടം സകുണ്ടലം ശംബരസ്യ ശിരക്കായാത് താമ്രസ്മസ്രോജസാഹരത്. നിശാതം അസിം ഉദ്യമ്യ സകിരീടം സകുണ്ടലം ശംബരസ്യ ശിരക്കായാത് താമ്രസ്മസ്രോജസാഹരത്. അപ്പോ നിശാതം അസിം ഉദ്യമ്യ, നിശാതം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നിശിതമായത്, മൂർച്ചയേറിയത്, വലിയത്. അസി വാള്, അപ്പൊ വാളിനെയും ഉയർത്തിപ്പിടിച്ച് ആ ശംബരാസുരന്റെ നേരെ പ്രദ്യുമ്നൻ ചാടി വീണു. എന്നിട്ടോ അവന്റെ ശംബരസ്യ ശിരഹ, ശംബരന്റെ ശിരസിനെ കായാത് ഓജസാ അഹരത്, കായത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഓജസ്സുകൊണ്ട്, തേജസ്സുകൊണ്ട്, പ്രഭാവം കൊണ്ട്, ബലം കൊണ്ട് എന്നൊക്കെ അർത്ഥം. അഹരത് ഹരിച്ചു. അപ്പൊ എങ്ങനെയുള്ള അവന്റെ ശിരസിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് സകിരീടം സകുണ്ടലം താമ്രസ്മശ്രു. 3 വിശേഷണങ്ങള് ശിരസിന്റെ വിശേഷണങ്ങളാണ്. സകിരീടം, കിരീടത്തോടുകൂടിയ ശിരസ്. സകുണ്ടലം, കുണ്ടലങ്ങളോടുകൂടിയ ശിരസ്. താമ്രസ്മശ്രു, നല്ല ചെമ്പിച്ച താടിമീശകൾ. അസുരന്റെ ആ രൂപം പ്രകടിപ്പിക്കാനായിക്കൊണ്ട് ചെമ്പിച്ചതായിട്ടുള്ള താടിമീശകൾ. അപ്പൊ ചെമ്പിച്ച താടിമീശകളൊക്കെ ആരുടെയാണ്? അസുരന്മാരുടെയാണ്. സൂക്ഷിക്കുക. ചെമ്പിച്ച തലമുടിയൊക്കെ ആരുടേതാണ്? ചിന്തിക്കുക. അപ്പൊ എന്തായാലും താമ്രസ്മശ്രുവായ ശംബരാസുരന്റെ ശിരസിനെ കായാത് ഓജസ അഹരത്, ശരീരത്തിൽ നിന്ന്, കായാത് ശരീരത്തിൽ നിന്ന് ഓജസ്സുകൊണ്ട്, ബലം കൊണ്ട്, പ്രഭാവം കൊണ്ട് അഹരത് ഹരിച്ചു, മുറിച്ചെടുത്തു എന്നർത്ഥം. പ്രദ്യുമ്നൻ വാളുകൊണ്ട്. ആ സമയത്ത് ആകീര്യമാണോ ദിവിജൈഹി സ്തുവദ്ഭിഹി കുസുമോത്കരൈഹി ഭാര്യയാംബരചാരിണ്യ പുരം നീതോ വിഹായസാം. ആകീര്യമാണോ ദിവിജൈഹി സ്തുവദ്ഭിഹി കുസുമോത്കരൈഹി ഭാര്യയാംബരചാരിണ്യ പുരം നീതോ വിഹായസാം. അങ്ങനെ പ്രദ്യുമ്നൻ ശംബരാസുരനെ വധിച്ചപ്പോൾ ദേവന്മാരെല്ലാം സ്തുതിച്ചു, പുഷ്പവൃഷ്ടിയും ചെയ്തു. അതാണ് സ്തുവദ്ഭിഹി ദിവിജൈഹി. ദിവിജന്മാര് ദേവലോകത്തിൽ ഭവിച്ചവർ, ദേവന്മാര്. അവര് സ്തുവദ്ഭിഹി, സ്തുതിക്കുന്നവരായിക്കൊണ്ട്, കുസുമോത്കരൈഹി ആകീര്യമാണഃ, കുസുമോത്കരം പുഷ്പ സമൂഹം, പുഷ്പവൃഷ്ടി ചെയ്ത് ആകീര്യമാണഃ, നല്ലതുപോലെ പ്രദ്യുമ്നന്റെ നേർക്ക് മഴ പെയ്യും പോലെ വികിരണം ചെയ്തു, അഥവാ നല്ലോണം വിതറി എന്നർത്ഥം. അങ്ങനെ ആകീര്യമാണനായിട്ട്. അപ്പൊ എല്ലായിടത്തും പുഷ്പവൃഷ്ടി. അദ്ദേഹം എവിടെയൊക്കെ പോണോ അവിടെയൊക്കെ ഉണ്ട് എന്നർത്ഥം. അങ്ങനെ അംബരചാരിണ്യ ഭാര്യയ വിഹായസാപുരം നീതഃ. അപ്പൊ മായാവതി രതീദേവി തന്നെ അല്ലെ, ആ ദേവി അംബരചാരിണ്യ ഭാര്യയ, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവളായ ഭാര്യയാൽ വിഹായസാപുരം നീതഃ, ആകാശത്തിലൂടെ പുരത്തിലേക്ക് നയിക്കപ്പെട്ടു. ആര്? പ്രദ്യുമ്നൻ. അപ്പൊ പ്രദ്യുമ്നനെ തന്റെ സ്വധാമത്തിലേക്ക്, ദ്വാരകാപുരിയിലേക്ക് നയിച്ചു കൊണ്ടുപോയതാരാണ്? പത്നിയായ മായാവതി. നമ്മുടെ ഹൈന്ദവ കഥകളിലെ ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റുള്ളൂ, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലേ കാണാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്ക് ഇത്രയും പ്രാഗൽഭ്യം, കഴിവുകൾ, മേൽക്കൈ പലയിടത്തും ഉള്ള മേൽക്കൈയാണ്. പ്രദ്യുമ്നനെ വിദ്യ അഭ്യസിപ്പിച്ചതും ശംബരനെ കൊല്ലിപ്പിച്ചതും തിരിച്ചുപ്പത മായ കൊണ്ട് ആകാശത്തിലൂടെ പ്രദ്യുമ്നനെ വഹിച്ചു കൊണ്ടുപോയതും ആരാണ്? നമ്മൾ സുഭദ്രാഹരണത്തിൽ സുഭദ്ര അർജുനനെ രഥത്തിൽ കൊണ്ടുപോകുന്നത് കാണാം. ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങളിൽ ആ സ്ത്രീകളുടെ അന്നത്തെ ഒരു ശക്തിയും പ്രഭാവവും പ്രാഗൽഭ്യവും ഒക്കെ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതൊന്നും മറ്റു മതഗ്രന്ഥങ്ങളിലൊന്നും എവിടെ തെരഞ്ഞാലും സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാലും കാണാൻ കിട്ടില്ല. അവിടെ അവരെല്ലാം പുരുഷ
പ്രധാനമായി പുരുഷാധിപത്യത്തോടുകൂടി നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള കൃതികളാണ്. മതഗ്രന്ഥങ്ങളിൽ പറയുന്നു. മറ്റ് നോവലുകളോ മറ്റ് സാഹിത്യങ്ങളിലോ ഒക്കെ പിന്നീട് കാലം കൊണ്ട് വന്നിട്ടുണ്ടാവും. എന്തായാലും മതഗ്രന്ഥങ്ങളിൽ ഇതുപോലെ ഇവിടെ മാത്രമേ കാണുള്ളൂ. എത്രയെത്ര ഉദാഹരണങ്ങൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സനാതനധർമ്മം ഇതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉന്നതമായിട്ടുള്ള പദവി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒട്ടും ആരെയും ചെറുതാക്കിയിട്ടൊന്നുമില്ല. പ്രകൃതിയിലുള്ള സൃഷ്ടിയിൽ എന്തെല്ലാം പ്രയോജനം ഉദ്ദേശിച്ചിട്ടാണോ ഓരോരുത്തർക്ക് ഓരോ സ്വഭാവവും രീതികളും രൂപവും ശക്തിയും ഒക്കെ കൊടുത്തിരിക്കുന്നത്, അത് അവരവർ തിരിച്ചറിഞ്ഞ് നന്നായിട്ട് ഉപയോഗിക്കുക. അതേ വേണ്ടൂ. അല്ലാതെ ഒരാളെ പോലെ ആവാൻ മറ്റൊരാൾക്ക് ആവില്ല. അത് ആണുങ്ങൾ തമ്മിൽ തന്നെ ആവില്ല. രാമനെ പോലെ ലക്ഷ്മണനാവാൻ പറ്റില്ല, കൃഷ്ണനെ പോലെ ബലരാമനാവാൻ പറ്റില്ല, സുഗ്രീവനെ പോലെ അല്ലെങ്കിൽ ബാലിയെ പോലെ സുഗ്രീവനാകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ആവാൻ പറ്റുമോ? ഇരട്ട സഹോദരങ്ങൾ ഒരുപോലെ ആവാൻ പറ്റില്ല. എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളാണ്. ഇത് തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസമുള്ളവരായിരിക്കുക. മറ്റൊരാളോട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് കോംപ്ലക്സുകൾ വരുന്നത്. ഞാൻ ഇൻഫീരിയറാണ് എന്ന് തോന്നുന്നു, അസൂയ തോന്നുക, അയാളെ നശിപ്പിക്കണം തോന്നുന്നത് എല്ലാം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ ഈശ്വരൻ കൊടുത്തതാണ്. അത് അവരുടെ കയ്യിലിരിക്കട്ടെ. അവരെ കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാവട്ടെ. അവരെ ഞാനും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ എനിക്കും പ്രയോജനം ഉണ്ടാവും. ഈ ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാം. താരതമ്യമാണ് പ്രശ്നം. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. രണ്ട് സ്ത്രീകൾ ഒരിക്കലും ഒരുപോലെ അല്ല. അപ്പോൾ പിന്നെ പുരുഷന്മാരോട് എന്തിനാ താരതമ്യം ചെയ്യുന്നത്? വിഡ്ഢികളാണ്. ഫെമിനിസം പറഞ്ഞുകൊണ്ട് വിഭാഗീയത വളർത്തുക, തമ്മിൽ തല്ലിക്കുക, ഇതൊക്കെയാണ് മോഡേണായിട്ടുള്ള ഈ ആളുകളുടെയൊക്കെ പണി. ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നതും ആൺപെൺ വ്യത്യാസമുണ്ടാക്കി തമ്മിൽ തല്ലിക്കുന്നതുമൊക്കെ ആധുനികന്മാരായ വിഡ്ഢികളുടെ പണിയാണ്. ആ വലകളിൽ പെടാതിരിക്കുക, അതേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ തുടരാം. നാളെ രാവിലെ മിക്കവാറും ഉണ്ടാവില്ല, എനിക്ക് പുറത്തു പോകേണ്ടതുണ്ട്. വൈകിട്ട് നോക്കാം. ഓം ആഖീര്യമാണോ ദിവിജൈഃ സ്തുവദ്ഭിഃ കുസുമോത്കരൈഃ ഭാര്യയാംബരചാരിണ്യാ പുരം നീതോ വിഹായസാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. നാളെ കാണാം. നാളെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ.